എവിടെ എന്തോ വിഷു? എന്താണാവോ കാര്യം? എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടി, അത് പറയാൻ വന്നതാ. ഓ, ഞാൻ കരുതി സ്ത്രീധനത്തിന്റെ ബാക്കി തരാനുള്ള 1.25 പവൻ തരാൻ വന്നതാണെന്ന്. ജാനമ്മ നെറ്റിച്ചൊളിച്ചു. അപ്പോഴേക്കും വേർത്ത വയറുമായി ഇന്ദുലേഖ ആയാസപ്പെട്ട് അവിടേക്ക് വന്നു. ഇതെന്താ പതിവില്ലാതെ ബന്ധുരേച്ചും കൃഷ്ണയും വന്നത്? വീട്ടിലെന്തേലും? ഇന്ദുലേഖ തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ ചോദിച്ചു. ഞങ്ങൾക്ക് നിന്നെ കാണാൻ വരാൻ നേരം കാലം നോക്കണോ എന്തു? ബന്ധുര നേരത്തെ ഒരു പുഞ്ചിരിയോടെ ഇന്ദുവിനെ ആകെ ഒന്ന് വീക്ഷിച്ചിട്ട് പറഞ്ഞു. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോടി, എന്താ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ? അതിന് മറുപടി പറഞ്ഞത് ജാനമ്മയാണ്. നിങ്ങളെ വീട്ടിലായിരുന്നപ്പോഴാ ഇവള് ക്ഷീണിച്ചിരുന്നത്. ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നേരെ നോക്കി കഞ്ഞി വയ്ക്കണ വീടല്ല ഞങ്ങളുടേത്. ഇവളാണെങ്കി 4 പേരുടെ തീറ്റി തിന്നോളൂ. അത് ശ്രദ്ധിക്കാതെ ബന്ധുര ചോദിച്ചു. ഇന്ദു, നിന്റെ മാലയും വളയൊക്കെ എന്തി? ചെറിയൊരു താലിമാലയും കമ്മലും അല്ലാതെ ഇന്ദുവിന്റെ ദേഹത്ത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ജാനമ്മയുടെ പരുഷമായ വാക്കുകൾ. പറഞ്ഞ സ്വർണം മുഴുവൻ തന്നിട്ടില്ല, എന്നിട്ടാ കണക്ക് പറയാൻ വന്നിരിക്കുന്നത്. ഒരു സ്വർണ്ണക്കട മുഴുവനായി ഇവളുടെ ദേഹത്തിട്ടോണ്ട് നിർത്തിയിട്ട് അറിയിക്കാം, എന്നിട്ട് വന്നാ മതി. കല്യാണം കഴിഞ്ഞ് പെണ്ണ് പ്രസവിക്കാറായിട്ടും ബാക്കി സ്വർണം തരാതെ കുറ്റം കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. അവർ പെറുപെടുത്തു. വാ ബന്ധുരിച്ചി, പോകാം. കൃഷ്ണപ്രിയ തിടുക്കം കൂട്ടി. എന്തോ വിഷു എവിടെ? പുറത്ത് എവിടെ പോയിരിക്കുക? എന്ത് പറഞ്ഞു? ഞാൻ വന്നത് ജോലി കിട്ടിയ വിവരം പറയാനാ. സ്റ്റേറ്റ് ബാങ്കിലാ, പാലക്കാട്ട് ബ്രാഞ്ചിലാ. തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. നാളെ രാവിലെ പോവും. വിഷു വരുമ്പോ പറഞ്ഞേക്ക്. ബന്ധുരേച്ചി, ശമ്പളം കിട്ടിയാൽ ഉടനെ എനിക്ക് തരാനുള്ള സ്വർണം വാങ്ങിത്തരണേ. ഇന്ദുവിന്റെ ആവശ്യം അതായിരുന്നു. അമർത്തി ഒന്ന് മൂളിയിട്ട് ബന്ധുര നടന്നു. ഒപ്പം നടക്കുന്നതിനിടയിൽ കൃഷ്ണപ്രിയ പറഞ്ഞു. ആ തള്ളച്ചീര വായിരിക്കുന്നത് കേൾക്കാൻ ഇങ്ങോട്ട് വരണ്ടിയിരുന്നില്ല. നീ ഇതൊന്നും അമ്മയോട് വിളമ്പണ്ട, അമ്മ വിഷമിക്കും. വീട്ടിൽ ചെന്നപ്പോ ദേവകിയമ്മ പറഞ്ഞു. മോളെ ബന്ധുരെ, നീ പോയ പിറകെ കോളേജിൽ നിന്ന് പിള്ളച്ചേട്ടൻ വന്നിരുന്നു. നാളെ രാവിലെ 11 മണിക്കാ ട്രെയിൻ. റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ മതിയെന്ന് ബാലചന്ദ്രൻ സാറ് പറഞ്ഞയച്ചതാ. ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെന്ന്. ബാലചന്ദ്രൻ സാർ തനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെന്ന് ബന്ധുര വേദനയോടെ ഓർത്തു. അന്ന് മുഴുവൻ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. രാത്രി ബന്ധുരയ്ക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ അടുത്തുള്ള ഭഗവതി കോവിലിൽ പോയി പ്രാർത്ഥിച്ചു. വീട്ടിലെത്തിയ ബന്ധുര പുറപ്പെടുന്നതിന് മുമ്പ് അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് നിറമിഴികളോടെ അനുഗ്രഹം വാങ്ങി. വിശ്വത്തെയും ഇന്ദുലേഖയും 10:30 മണിവരെ അവർ കാത്തുനിന്നു. ആര് വരില്ലമ്മേ, നമുക്ക് ഇറങ്ങാം, ബന്ധുര പറഞ്ഞു. ദേവികമ്മ എതിർത്തില്ല. ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അവിടെ ബാലചന്ദ്രൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ട്രെയിൻ വരാറായി, വേഗം വരൂ, ബാലചന്ദ്രൻ പറഞ്ഞു. ഓട്ടോയിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ബന്ധുരയും കൃഷ്ണപ്രിയയും ദേവികമ്മയും നടന്നു. തൊട്ടു പിന്നാലെ വിശ്വജിത്തും ഇന്ദുലേഖയും ഓട്ടോയിൽ നിന്നിറങ്ങി. ബാലചന്ദ്രനോടൊപ്പം നടന്നു നീങ്ങുന്ന ബന്ധുരയെ കണ്ടപ്പോ വിശ്വജിത്തിന്റെ മുഖമിരുണ്ടു. കണ്ടില്ലേ പോകണ പോക്ക്, മധുവിതിന് പോവുകയാണെന്നാ ഭാവം, അവൻ ഇന്ദുവിനോടായി പറഞ്ഞിട്ട് വെറുപ്പിൽ മുഖം കുടഞ്ഞു. ചേ, വൃത്തികെട്ട ശവങ്ങള്, നാണോ മാനോ ഇല്ലാത്ത വർഗം. ഒന്നും മിണ്ടാതെ വിശ്വം. ബാങ്കിലാ ബന്ധുരേച്ചിക്ക് ജോലി കിട്ടിയിരിക്കുന്നതെന്ന് ഓർക്കണം. പിണക്കിയ നഷ്ടം നമുക്കാ. അതും പറഞ്ഞ് ഇന്ദുലേഖ വേഗം അവർക്കൊപ്പം ചെന്നു. ട്രെയിൻ വരാനുള്ള അനൗൺസ്മെന്റ് മുഴങ്ങി. ധൃതിയിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രക്കാരെ തള്ളി മാറ്റി ഓടിക്കെതിച്ചു വരുന്ന ദേവേട്ടൻ, ദേവനാരായണൻ. എല്ലാ പ്രതീക്ഷകളും തകർന്നതുപോലെ അവൾക്ക് തോന്നി. ബന്ധുരയുടെ നടുക്കം മറ്റുള്ളവരിലേക്കും പടർന്നു. ബന്ധുര ഭയവിഹുലതയോടെ തളർന്നുപോയി. ദേവനാരായണന്റെ തീവാറുന്ന കണ്ണുകൾ ബന്ധുരയിലും ബാലചന്ദ്രനിലും മാറി മാറി പതിച്ചുകൊണ്ടിരുന്നു. എന്തോ നാടി, കെട്ടും പാണ്ടവും മുറുക്കി രണ്ടുപേരും കൂടി തീർത്ഥാടനത്തിന് പോവുകയാണോ? ദേവനാരായണന്റെ പാറയിൽ ഒരസം പോലുള്ള ശബ്ദം. റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരും മറ്റും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പറയടി പൊന്ന നായിന്റെ മോളെ, ഈ നാറി വാദ്യരോടൊപ്പം എവിടേക്കാ പോണത്? ബന്ധുരയുടെ മുന്നിൽ ഉരുക്കുകോട്ട പോലെ ദേവനാരായണൻ നിന്നു. തന്റെ യാത്ര മുടങ്ങുമോ എന്ന് ബന്ധുര ഭയപ്പെട്ടു. നാളെ ജോലി സ്ഥലത്ത് എത്തേണ്ടതാണ്. ഇന്ദുലേഖയും വിശ്വജിത്തും ഏതോ കാഴ്ച കാണുന്നത് പോലെ മാറി നിന്നതേ ഉള്ളൂ. ട്രെയിൻ വരാറായതിന്റെ അനൗൺസ്മെന്റ് മുഴങ്ങി. ടീച്ചറെ, ട്രെയിൻ വരാറായി, ബാലചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. ഈ ട്രെയിനിൽ പോകാൻ കഴിയുമോ എന്ന് സംശയം ബാലചന്ദ്രൻ ഉണ്ടായിരുന്നു. എന്തോ നടവാദ്യാരെ ഒരു കിന്നാരം പറിച്ചല്. ഇവള് ദേവനാരായണന്റെ പെണ്ണാ, ഇവളെ കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയാ മതി. അയാൾ വഴി തടഞ്ഞു. ബന്ധുരക്ഷം ക്ഷമ നശിച്ചിരുന്നു. ട്രെയിൻ വരാറായിരിക്കുന്നു. തന്റെ കുടുംബം രക്ഷപ്പെടുത്താനുള്ള യാത്രയാണ് തന്റേത്. ഈ യാത്ര മുടങ്ങിയാൽ തന്റെ പ്രതീക്ഷകളും അസ്തമിക്കും. അത് പാടില്ല.
ദേവേട്ടൻ മര്യാദയ്ക്ക് വഴിമാറ്. തെല്ലു കടുപ്പിച്ച് ബന്ധുര പറഞ്ഞു. നിനക്ക് നാവുണ്ടായിരുന്നോടി? അത് ശരി. ആട്ടെ, ഈ വാദ്യാര് കാമുകനായി എങ്ങോട്ടേക്കാ ഒളിച്ചോടുന്നത്? ദേവനാരായണൻ ബാലചന്ദ്രന് നേരെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം അയച്ചുകൊണ്ട് ചോദിച്ചു. എന്റെ അനുജത്തിയുടെ കല്യാണത്തിന് വായ്പ എടുത്ത പണം തട്ടിയെടുത്തതും പോരാഞ്ഞ് എന്റെ ജീവിതം കൂടി തകർക്കാൻ വന്നാലുണ്ടല്ലോ. ഒരു ഭീഷണി പോലെ അവൾ അർദ്ധോക്തിയിൽ നിർത്തി. അപ്പോഴേക്കും അവർക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ദേവനാരായണൻ, ബാലചന്ദ്രൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. അപ്പോ താൻ എന്റെ പേര് മറന്നിട്ടില്ല. എന്റെ പെണ്ണിനെയും തട്ടിയെടുത്തോണ്ട് താൻ എങ്ങോട്ട് പോകുകയെന്നാ ചോദിച്ചത്? പറയടോ വന്ന നായിന്റെ മോനെ. ദേവനാരായണൻ ബാലചന്ദ്രന്റെ ജുബയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. ട്രെയിനിൽ നിന്നും ഇറങ്ങി വരുന്നവരും അവിടെ നിന്നവരും ഒക്കെ അത് കാണുന്നുണ്ടായിരുന്നു. ടീച്ചറെ, വേഗം പോയി ട്രെയിനിൽ കയറിക്കോ, ഞാൻ വന്നോളാം. ട്രെയിൻ വിടാറാകുന്നത് കണ്ട് ബാലചന്ദ്രൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേവനാരായണൻ ബാലചന്ദ്രൻ സാറിന് എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമായിരുന്നു ബന്ധുരയ്ക്ക്. അവൾ ഒരു ശില പോലെ നിന്നതേയുള്ളൂ. ബാലചന്ദ്രൻ പിടിവിടുവാൻ കുതറി. വിടാൻ. വിടില്ലടാ, എന്റെ പെണ്ണെ തട്ടിയെടുത്തോണ്ട് നീ എങ്ങോട്ട് പോവില്ല. പോകാൻ ഞാൻ അനുവദിക്കില്ല. ദേവനാരായണൻ പിടിമുറുക്കി. ട്രെയിൻ മെല്ലെ നീങ്ങുന്നത് ബാലചന്ദ്രൻ കണ്ടു. ടീച്ചറെ, പോയിക്കോ, ഞാൻ വന്നോളാം. ബാലചന്ദ്രൻ വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു. കൃഷ്ണപ്രിയ ബാഗ് എടുത്ത് ബന്ധുരയുടെ കൈ പിടിച്ച് മുന്നോട്ടോടി. അടുത്ത ക്ഷണം ബാലചന്ദ്രൻ സർവ്വശക്തിയും എടുത്ത് ദേവനാരായണന്റെ മുഖം അടച്ചു ഒന്നു കൊടുത്തു. ദേവനാരായണൻ പിന്നോക്കം വെയിച്ചു വീണു. യാത്രക്കാർ അയാളെയും ചവിട്ടി നടന്നു. അയാൾ പിടഞ്ഞെണീറ്റു. വന്നപ്പോഴേക്കും തിക്കിലും തിരക്കിലും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെയായി. ഒരു വിധത്തിൽ അയാൾ മുന്നോട്ട് വന്നപ്പോഴേക്കും ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ വിട്ടുകഴിഞ്ഞിരുന്നു. ഇല്ലടി, എന്റെ കൺവെട്ടത്തിൽ നിന്നും നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ആ വാദ്യരോടൊപ്പം നിന്നെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലടി, ഓടിച്ചുപട്ടി. അയാൾ പല്ലുറമി. ട്രെയിൻ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞപ്പോൾ വിശ്വജിത്തിനോടും ഇന്ദുലോകയോടും ഒപ്പം കൃഷ്ണപ്രിയയും വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയതും വിശ്വജിത്ത് പറഞ്ഞു. എന്തൊരു നാണക്കേടാ എന്തു നിന്റെ ചേച്ചി കാണിച്ചു കൂട്ടുന്നത്. ഒരു പെണ്ണിന് വേണ്ടി രണ്ട് കാമുകന്മാർ തമ്മിൽ വഴക്ക് കൂടുക. നിന്റെ ചേച്ചിക്ക് ഏതെങ്കിലും ഒരുത്തനോടൊപ്പം പൊറുക്കുന്നതല്ലേ ഇതിലും നല്ലത്. വെറുപ്പോടെ വിശ്വജിത്ത് തലകുടഞ്ഞു. കൃഷ്ണപ്രിയയ്ക്ക് അത് കേട്ടിട്ട് മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹിക്കുന്ന പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് കല്യാണം കഴിക്കാൻ സ്ത്രീധനത്തിന് വേണ്ടി വില പേശുക. പെൺവീട്ടുകാർ കഷ്ടപ്പെട്ടു കൊടുത്ത സ്വർണം ചെറുക്കന്റെ സഹോദരി അമ്മയും മാറി മാറി അഴിഞ്ഞു ഞെളിഞ്ഞു നടക്കുക. സ്ത്രീധന ബാക്കിയായ ഇത്തിരി പൊന്നിന് വേണ്ടി കണക്ക് പറയുക. അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. അതുമായി തട്ടിച്ചു നോക്കുമ്പോ ബന്ധിരിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പകരം അനുജത്തിയുടെ കല്യാണത്തിന് വേണ്ടി സ്വന്തം ജീവിതം മറന്നേ ഉള്ളൂ. കൃഷ്ണപ്രിയ നിസാര മട്ടിൽ പറഞ്ഞു. വിശ്വജിത്തിന്റെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി. കൃഷ്ണ തന്റെ ഭർത്താവിനെ താഴ്ത്തി കിട്ടിയതാണെന്ന് ഇന്ദുലേക്ക് മനസ്സിലായി. കൃഷ്ണൻ, നീ ആരെയാ കൊച്ചാക്കിയതെന്ന് മനസ്സിലായി. കൂടുതൽ നാളിക്കണ്ട കേട്ടോ. ഒരു താക്കീത് പോലെ ഇന്ദുലേഖ പറഞ്ഞു. ഞാൻ ആരെയും കൊച്ചാക്കിയതല്ല എന്ത് ചേച്ചി. സ്വന്തം കാലിലെ മന്ത് മറച്ചു വെച്ചിട്ടേ ചെറിയ മന്തുള്ളവരെ പരിഹസിക്കരുതെന്ന് പറഞ്ഞതേ ഉള്ളൂ. കൃഷ്ണപ്രിയ ഒളികണ്ണാൽ വിശ്വജിത്തിനെ നോക്കി. ഞാൻ ആരെയും പരിഹസിച്ചതല്ല, കണ്ണിൽ കണ്ടത് പറഞ്ഞേ ഉള്ളൂ. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് പലർക്കും എന്നെ അറിയാം. എന്റെ ഭാര്യയുടെ ചേച്ചിക്ക് വേണ്ടി രണ്ട് കാമുകന്മാർ വഴക്ക് കൂടുന്നു എന്നറിയുമ്പോ അതിന്റെ നാണക്കേട് എനിക്കാ. എന്റെ പ്രൊഫഷനാ, അതുകൊണ്ട് പറഞ്ഞതാ. വിശ്വജിത്ത് തെല്ലു ദേഷ്യത്തിൽ പറഞ്ഞു. ദേവദേവനും ബാലചന്ദ്രൻ സാറും ബന്ധുരച്ചിയുടെ കാമുകന്മാരാണെന്ന് വിശ്വട്ടന് എങ്ങനെ മനസ്സിലായി? മുഖശാസ്ത്രം വശമുണ്ടോ? കൃഷ്ണപ്രിയയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അതിന് മുഖശാസ്ത്രം പഠിക്കണമെന്നില്ല. ബാലചന്ദ്രൻ സാറുമായി ബന്ധുരേച്ചിക്ക് എന്താ ബന്ധം? ബന്ധുരേച്ചിയുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെന്തിനാ ദേവനാരായണൻ വന്ന് ബഹളമുണ്ടാക്കിയത്? വിശ്വജിത്ത് തെല്ലി പരിഹാസത്തോടെ ചോദിച്ചു. ഇന്ദുലേഖ മൗനം പൂണ്ടതേയുള്ളൂ. കൃഷ്ണപ്രിയയ്ക്ക് കടുത്ത ദേഷ്യമായിരുന്നു. വിശ്വട്ടന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നന്മ നിറഞ്ഞ മനസ്സും പുണ്യം ചെയ്ത കണ്ണുകളും കൊണ്ട് നോക്കിയാലേ മനുഷ്യരെയും ബന്ധങ്ങളെയും തിരിച്ചറിയാനാകൂ. ബാലചന്ദ്രൻ സാറുമായി എന്താ ബന്ധമെന്ന് ചോദിച്ചില്ലേ? സത്യത്തെ അതിന് മറുപടി പറയേണ്ടത് ഇന്ദു ചേച്ചിയാണ്. ബാലചന്ദ്രൻ സാറിന്റെ നല്ല മനസ്സുകൊണ്ടാ പൂമംഗലം തറവാട്ടിലെ ഞങ്ങൾ 4 പെണ്ണുങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇന്ദു ചേച്ചിയുടെ കഴുത്തിൽ ഈ താലി ചരട് വീണത്. സ്വതവേ പൊങ്ങച്ചാക്കാരിയായ ഇന്ദുലേഖയ്ക്ക് ആകെ നാണക്കേട് തോന്നി. വല്ലവരുടെയും ഔദാര്യം കൊണ്ടാണ് തന്റെ വിവാഹം നടന്നതെന്ന് വിശ്വജിത്ത് അറിയരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അതെല്ലാം മറച്ചു വെച്ചതാണ്. ഇപ്പോ കൃഷ്ണപ്രിയ എല്ലാം വെടിച്ചിത്താക്കിയിരിക്കുന്നു. കൃഷ്ണൻ, നീ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട കേട്ടോ. നിന്നോട് അതൊന്നും ചോദിച്ചില്ലല്ലോ. ഇന്ദുലേഖ അരിജിത്തേക്ക് നേരെ കയർത്തു.
എഴുതാപ്പുറമല്ല എന്തു ചേച്ചി, എഴുതിയപ്പുറം തന്നെയാ ഞാൻ വായിച്ചത്. അതും എന്നെ കൊണ്ട് വായിപ്പിച്ചതാ. അതും പറഞ്ഞ് കൃഷ്ണപ്രിയ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് കയറി. ഏതോ വലിയ കുറ്റം കണ്ടുപിടിച്ചിട്ടെന്നോണം വിശ്വജിത്ത് ഇന്ദുലേഖയെ കടുപ്പിച്ചു നോക്കി. ഇന്ദുലേഖ മുഖം കുനിച്ചു. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ഇനിയും കിഴക്ക് വെള്ള കയറിയിട്ടില്ല. ഇരുളും മങ്ങിയ വെളിച്ചവും ഇടകലർന്ന ഒരു തരം മങ്ങിയ വെളിച്ചമായിരുന്നു അന്തരീക്ഷത്തിന്. ട്രെയിൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഭൂമി കുലുക്കി ഇരമ്പി നിന്നു. ബന്ധുര സാരി ചുമലിലൂടെ ചുറ്റി മയക്കത്തിലായിരുന്നു. ഒന്ന് രണ്ട് നിമിഷം ബാലചന്ദ്രൻ അവളെ മകൾ അനക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. നിഷ്കളങ്കയായ ഒരു മാലാഖയുടെ മുഖമാണ് അവൾക്കെന്ന് അയാൾക്ക് തോന്നി. ബന്ധുര ടീച്ചറെ, ബാലചന്ദ്രൻ മെല്ലെ വിളിച്ചു. അവൾ മയക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. പാലക്കാടായി, വാ ഇറങ്ങ. നേരിയൊരു പുഞ്ചിരിയോടെ അവൾ എണീറ്റു. ബാലചന്ദ്രന്റെ സുഹൃത്തും അധ്യാപകനുമായ ചന്ദ്രശേഖരൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ബാലചന്ദ്രനും ബന്ധുരയും പുറത്തേക്ക് ഇറങ്ങിയതും ചന്ദ്രശേഖരൻ പുഞ്ചിരിയോടെ അടുത്തു ചെന്നു. താൻ വന്നിട്ട് അധിക നേരം ആയോ? ബാലചന്ദ്രൻ ചോദിച്ചു. ഏയ്, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതാണ് ബന്ധുര ടീച്ചർ. ബന്ധുര അയാൾക്ക് നേരെ കൈകൾ കൂപ്പി. മനസ്സിലായോടോ ബാലചന്ദ്ര മാഷെ? ആ, ഇനി വിസ്തരിച്ചുള്ള പരിചയപ്പെടലും സംസാരവും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് വരൂ. ഇവിടുന്ന് കുറെ ദൂരം പോകണോ തന്റെ ഭവനത്തിലേക്ക്? ഓട്ടോയിൽ ഒരു 10 മിനിറ്റ്. അതും പറഞ്ഞ് ചന്ദ്രശേഖരൻ ഓട്ടോയിൽ കയറി. പിന്നാലെ ബാലചന്ദ്രനും ബന്ധുരയും. ചന്ദ്രശേഖരന്റെ വീടിന് മുന്നിൽ ഓട്ടോ നിന്നു. വീടിന് മുന്നിൽ ഒരു യുവതിയും 4-5 വയസ്സുള്ള പെൺകുഞ്ഞും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഇത് എന്റെ ഭാര്യ സുലോചന. സുലോചന അവരെ നോക്കി പുഞ്ചിരിച്ചു. ചന്ദ്രശേഖരൻ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു. സുലോചന, ബന്ധുര ടീച്ചർക്ക് ബാത്റൂം ഒക്കെ കാണിച്ചു കൊടുക്ക്. സുലോചന ബന്ധുരയും കൂട്ടി അകത്തേക്ക് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ ചോദിച്ചു, ടീച്ചർക്ക് താമസിക്കാനുള്ള സ്ഥലം താൻ നോക്കിയോ? നോക്കിയെന്ന് മാത്രമല്ല, ഏർപ്പാടും ആക്കി. YWA ഞങ്ങളുടെ സ്കൂളിലെ 2 ടീച്ചർമാരെ അവിടെ താമസിക്കുന്നത്. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് ബന്ധുര എത്തി. ബാലചന്ദ്രനും കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു. കസവ് സാരിയും നെറ്റിയിൽ ചന്ദനക്കുറിയുമായി ബന്ധുര വന്നപ്പോ ഏതോ നഷ്ടബോധത്താൽ ബാലചന്ദ്രൻ സർ അവളെ ഒന്ന് നോക്കി. രാഹുകാലം നോക്കി 9:30 അവർ വീട്ടിൽ നിന്നും ബാങ്കിലേക്ക് പോയത്. ഇതാണ് സ്റ്റേറ്റ് ബാങ്ക്. ഓട്ടോയിൽ നിന്നും ഇറങ്ങുന്നതിനിടയിൽ ചന്ദ്രശേഖരൻ പറഞ്ഞു. ബാങ്കിലേക്കുള്ള സ്റ്റെയർ കേസിന്റെ പടിക്കെട്ടുകൾ കയറുമ്പോൾ ബന്ധുരയുടെ കാലുകൾക്ക് വിറയിലുണ്ടായി. ബാങ്കിലെ സ്റ്റാഫൊക്കെ എത്തിത്തുടങ്ങിയിരുന്നു. ഇപ്പോ ആരെയും പരിചയപ്പെടേണ്ടെന്ന് കരുതി ബന്ധുര തെല്ലുമാറി ഒതുങ്ങി നിന്നു. YWCAയിൽ ടീച്ചർക്ക് താമസിക്കാൻ റൂം ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ അങ്ങോട്ട് മാറാം അല്ലേ? ബാലചന്ദ്രൻ പറഞ്ഞു. സമ്മതത്താൽ അവൾ തലയിളക്കി. സമയം 10:30 ഞാൻ പോയി ബാങ്ക് മാനേജർ വന്നു നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ചന്ദ്രശേഖരൻ ബാങ്കിന്റെ ഉള്ളിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അയാൾ തിരിച്ചെത്തി. ദാ മാനേജർ വന്നിട്ടുണ്ട്, നിങ്ങള് പോയിട്ട് വാ, ഞാൻ ഇവിടെ നിൽക്കാം. ബാലചന്ദ്രനും ബന്ധുരയും ബാങ്കിലേക്ക് നടന്നു. ബാങ്ക് മാനേജറുടെ ക്യാബിന് മുന്നിൽ നിന്ന പ്യൂണിനോടായി ബാലചന്ദ്രൻ പറഞ്ഞു, ഞങ്ങള് മാനേജറെ കാണാൻ വന്നതാ. പ്യൂൺ അകത്തേക്ക് പോയിട്ട് വേഗം തിരിച്ചു വന്നു. ചെല്ലാൻ പറഞ്ഞു. ബാലചന്ദ്രനും ബന്ധുരയും ക്യാബിനകത്തേക്ക് കയറി. മാനേജറുടെ കസേരയിലിരിക്കുന്ന ആളെ കണ്ട് പാദങ്ങളിൽ ചങ്ങലക്കെട്ട് വീണതുപോലെ ബന്ധുര നിശ്ചലം നിന്നുപോയി. ഋഷികേശ്, ഒരിക്കൽ തന്നെ പ്രണയിച്ച മനുഷ്യൻ. ബന്ധുരയുടെ ചുണ്ടുകൾ അസ്പഷ്ടമായി ചരിച്ചു. ഋഷികേശ്. ഈശ്വര, അവൾ അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. ആരിൽ നിന്ന് ഒളിക്കണമെന്ന് ആഗ്രഹിച്ചുവോ അതേ മനുഷ്യന്റെ മുന്നിൽ വീണ്ടും എത്തിയിരിക്കുന്നു. കാലത്തിന്റെ നിയോഗമായിരിക്കുമോ അതോ തന്റെ വിധിയോ? അറിയില്ല, ഒന്നും അറിയില്ല. നെഞ്ചിരിപ്പിന് വേഗതയേറുകയാണ്. ഒടുവിൽ ഓടി ഓടി തളർന്നു വീഴുന്നതുപോലെ തന്റെ ഹൃദയസ്പന്ദനവും നിലച്ചു പോകുമോ എന്ന് പോലും അവൾ സംശയിച്ചു. ഋഷിയുടെ കണ്ണുകളും ബന്ധുരയിൽ തറച്ചു നിൽക്കുകയായിരുന്നു. ഒരിക്കൽ താൻ മോഹിച്ച പെണ്ണ്, അല്ല, ജീവനേക്കാളേറെ സ്നേഹിച്ച പെണ്ണ്. ബന്ധുര പോലും അറിയാതെ. ഇനി ഒരിക്കലും തമ്മിൽ കാണില്ലെന്ന് കരുതിയതാണ്. പക്ഷെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു. ഇരിക്കൂ. ഒടുവിൽ എപ്പോഴോ ഋഷിയിൽ നിന്നും വാക്കുകൾ അടർന്നു വീണു. ബാലചന്ദ്രനും ബന്ധുരയും അഭിമുഖമായിരുന്നു. ബാലചന്ദ്രൻ മാഷ് ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചതല്ല അല്ലേ? മുഖത്ത് പ്രസന്നത വരുത്തി ഋഷികേശ് ചോദിച്ചു. സത്യം പറഞ്ഞ ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനി തമ്മിലൊന്ന് കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. ബാലചന്ദ്രനും പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഋഷിയുടെ കത്ത് പോലും വന്നിട്ട് 6-7 മാസമായില്ലേ?
ഒടുവിൽ എനിക്ക് കത്തെഴുതിയത് എറണാകുളത്ത് ജോലി ചെയ്യുമ്പോഴാ, ശരിയല്ലേ? അതെ എന്ന അർത്ഥത്തിൽ ഋഷി തല ചലിപ്പിച്ചു. ബന്ധുര ഋഷിയെ ആകെ ശ്രദ്ധിക്കുകയായിരുന്നു. സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണട വെച്ചിട്ടുണ്ടെന്നല്ലാതെ യാതൊരു മാറ്റവുമില്ല. ആ പഴയ ഋഷികേസ് തന്നെ. ബന്ധുര എന്താ ഒന്നും മിണ്ടാത്തെ? ഇപ്പോഴും ആ പഴയ തൊട്ടാവാടി തന്നെയാണോ? ചുണ്ടിൽ പുഞ്ചിരി വരുത്തി ഋഷി ചോദിച്ചു. അതിന് മറുപടി എന്നോണം അവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ ബാഗിൽ നിന്നും അപ്പോയിന്റ്മെന്റ് ഓർഡർ എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. ഋഷി അത് വാങ്ങി വായിച്ചു. കൺഗ്രാചുലേഷൻസ്, അയാൾ അഭിനന്ദിച്ചു. ഇനി തന്നെ ജോയിൻ ചെയ്യുന്നോ? ഋഷി ചോദിച്ചു. ബന്ധുര മറുപടിക്കായി ബാലചന്ദ്രനെ നോക്കി. ഇന്ന് താമസ സൗകര്യവും മറ്റും ഏർപ്പാടാക്കണം, അതുകൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു. അതിനെന്താ, ഇന്ന് ഒപ്പിട്ട് പോയിക്കോളൂ. ആട്ടെ, താമസ സൗകര്യം ശരിയായോ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ അധ്യാപകനാണ്. ഞാൻ നേരത്തെ എഴുതി അറിയിച്ചതുകൊണ്ടേ YWCAയിൽ താമസം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോ എന്റെ സഹായം വേണ്ടല്ലോ? ഋഷി ചിരിച്ചു. ഏയ്, അത് പോരാ. ഇനിയാണ് ശരിക്കും ഋഷിയുടെ സഹായം വേണ്ടത്. ട്യൂട്ടോറിയൽ കോളേജിൽ നിന്നേ നേരെ ബാങ്കിലോട്ട് വരിക. ഈ രംഗത്ത് ടീച്ചർ വട്ടപൂജ്യമാ. സംശയമുണ്ടെങ്കിൽ തീർക്കണം. അത് പ്രത്യേകിച്ച് പറയണോ ബാലചന്ദ്ര മാഷെ? മാഷ ധൈര്യമായിട്ടിരുന്നു. ഈ കേസ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, പോരെ? മതി. ഋഷിയുടെ മുന്നിൽ തന്നെ വന്നത് ആശ്വാസമായി, ബാലചന്ദ്രൻ പറഞ്ഞു. ആട്ടെ ബാലചന്ദ്ര മാഷെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മഹാത്മയിൽ കുട്ടികളേറെ ഉണ്ടോ? തെളിയുടെ കഴിഞ്ഞ് ഋഷി ചോദിച്ചു. ഒത്തിരി കുട്ടികൾ വന്നിട്ട് എന്താ ഋഷി കാര്യം? എനിക്കൊരാൾക്ക് കഴിയാനുള്ളത് പോരെ? അത് പറയുമ്പോൾ ബാലചന്ദ്രന്റെ മുഖത്ത് വിഷാദമോ നഷ്ടബോധമോ നിരാശയോ എന്തെന്ന് വിവേചിച്ചറിയാനാവാത്ത ഒരു ഭാവമായിരുന്നു. ബന്ധുര സങ്കടത്തോടെ മെല്ലെ അയാൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തി. ഇനിയും സമയം കടന്നുപോയിന്ന് കരുതണ്ട മാഷെ. എനിക്ക് മുമ്പ് ഇവിടെ ഇരുന്ന മാനേജർ 48ാമത്തെ വയസ്സിലാ വിവാഹം കഴിച്ചത്. ഋഷി പറഞ്ഞിട്ട് ബന്ധുരയെ നോക്കി. ബന്ധുരുടെ വീട്ടിലെ ബാധ്യതകളൊക്കെ തീർന്നോ? അതിന് മറുപടി പറയാതെ അവൾ മുഖം കുനിച്ചതേ ഉള്ളൂ. അല്ല, ഋഷിയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. കുട്ടികൾ, ഭാര്യ? ബാലചന്ദ്രൻ ചോദിച്ചു. ഭാര്യയും ഞാനും ഇവിടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാം. കുട്ടികളായില്ല. ഋഷി പിന്നെ വിഷയം മാറ്റാനായി കസേരയിൽ നിന്നും എഴുന്നേറ്റു. ഒരു കാര്യം ചെയ്യ, ബന്ധുര സ്റ്റാഫിനെ ഒക്കെ പരിചയപ്പെട്ടിട്ട് പൊക്കോ. വരൂ, പരിചയപ്പെടുത്താം. ബന്ധുര ഋഷിക്ക് പിന്നാലെ ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി. ബന്ധുരയെ ഓരോരുത്തർക്കായി ഋഷി പരിചയപ്പെടുത്തി. എല്ലാവരുടെയും കണ്ണുകൾ ബന്ധുരയിലായി. അവളുടെ വശ്യ സൗന്ദര്യം ചെറുപ്പക്കാരായ ജോലിക്കാർ കണ്ട് ആസ്വദിച്ചു. സ്ത്രീ ജീവനക്കാർ അവളെ അസൂയയോടെ നോക്കി. ബാങ്കിലെ വിശ്വസുന്ദരി എന്ന് സ്വയം അഹങ്കരിച്ചു നടന്ന നിർമ്മല നെറ്റി ചുളിച്ചു. ബന്ധുര നേർത്ത പുഞ്ചിരിയോടെ ഓരോരുത്തർക്കും നേരെ കൈകൂപ്പി. പരിചയപ്പെടൽ കഴിഞ്ഞ് ഋഷിയും ബന്ധുരയും തിരികെ പോകുമ്പോ നിർമ്മല തൊട്ടടുത്തിരുന്ന ക്ലാർക്ക് കുസുമത്തോടായി പതിയെ പറഞ്ഞു. കണ്ടില്ലേ, വന്ന ഉടനെ ഋഷി സാറിനെ ഒട്ടിച്ചേർന്ന് നടക്കുന്നത്. ഇത് വല്ലത് ഋഷി സാറിന്റെ വൈഫ് അറിയണം. ഇവളെ വച്ചേക്കില്ല. ഒന്ന് പതുക്കെ പറ നിർമ്മലെ, കുസുമം ശാസിച്ചു. ബാലചന്ദ്രൻ മാഷെ, ഉച്ചവരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ട് പോവാം. ക്യാബിനിലേക്ക് കയറിയ ഋഷി ബാലചന്ദ്രനോടായി പറഞ്ഞു. ഇനി ഒരിക്കലാവട്ടെ ഋഷി. ബന്ധുര ടീച്ചറിനെ ഒരു താവളത്തിൽ എത്തിച്ചിട്ട് ഇന്ന് തന്നെ എനിക്ക് മടങ്ങണം. എങ്കിൽ ഞാൻ തടയുന്നില്ല, നമുക്ക് വീണ്ടും കാണാം. ഋഷി ബാലചന്ദ്രൻ നേരെ കൈ നീട്ടി. ബാലചന്ദ്രൻ ആ കൈകളിൽ ഒരു നിമിഷം മുറുകെ പിടിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഋഷി? ഇടയ്ക്കൊക്കെ വരാം. ശരി, ഞാൻ ഇറങ്ങട്ടെ സർ. ബന്ധുര കൈകൂപ്പിയിട്ട് എഴുന്നേറ്റു. ബാലചന്ദ്രനും ബന്ധുരയും ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നോക്കി നിൽക്കെ ഋഷിക്ക് വല്ലാത്തൊരു നഷ്ടബോധം അനുഭവപ്പെട്ടു. അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ബന്ധുര തന്റെ ഭാര്യയാകുമായിരുന്നു. എങ്കിൽ ഇന്ന് തന്റെ ജീവിതം ഇത്ര ദുരിതപൂർണമാവില്ലായിരുന്നു. ബന്ധുരയും ഹേമലതയും സ്ത്രീയുടെ രണ്ട് വ്യത്യസ്ത മുഖങ്ങളാണ്. ബന്ധുര സ്നേഹത്തിന്റെ നിറദീപമാണെങ്കിൽ തന്റെ ഭാര്യ ഹേമലത സ്നേഹമില്ലായ്മയുടെ കരിന്തിരി വിളക്കാണ്. പ്യൂൺ സദാശിവൻ ഫയലുമായി കടന്നു വന്നപ്പോൾ ഋഷി ഓർമ്മകളിൽ നിന്ന് പിൻവാങ്ങി. ബന്ധുര ജോലിയിൽ പ്രവേശിച്ച ഒരാഴ്ച കഴിഞ്ഞു. പുതിയ ജോലിയും അന്തരീക്ഷവും അവൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. ഋഷി സാർ ഉള്ളതുകൊണ്ട് അവൾക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. സംശയങ്ങൾ ഉണ്ടായാലുടൻ അവൾ ഫയലുമായി ഋഷിയുടെ ക്യാബിനിൽ ചെല്ലും. യാതൊരു മടിയും കൂടാതെ അയാൾ അവളുടെ സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കും. ബന്ധുരയുടെ കൂടെയുള്ള ഋഷിയുടെ അടുത്തേക്കുള്ള പോക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കിയത് നിർമ്മലയ്ക്കാണ്. നിർമ്മലയുടെ ഭർത്താവ് ഗൾഫിലാണ്. 2 കുട്ടികളുണ്ടെങ്കിലും മധുര 17കാരിയുടെ ഭാവഭാവാദികളോടെയാണ് നടപ്പ്. വേഷത്തിലും ചലനത്തിലും അല്പം സെക്സിയായ നിർമ്മലയ്ക്ക്
ചില അവിശുദ്ധ ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഋഷിക്ക് മുമ്പ് മാനേജറായിരുന്ന ജോൺ ഫിലിപ്പുമായുള്ള ബന്ധം ബാങ്കിൽ പലർക്കും അറിയാവുന്ന ഒരു രഹസ്യമായിരുന്നു. ജോൺ ഫിലിപ്പ് വിവാഹം കഴിക്കാൻ വൈകിയത് പോലും നിർമ്മലയുമായുള്ള അടുപ്പം കൊണ്ടാണെന്നാണ് സംസാരം. പുതിയ മാനേജറായി ഋഷികേശ് വന്നപ്പോൾ മുതൽ അടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ഋഷി നിർമ്മലയുടെ വലയിൽ വീണില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ താക്കീത് കൊടുക്കുകയും ചെയ്തു. തന്നെ അവഗണിച്ച ഋഷി സാർ പുതുതായി വന്ന ബന്ധുരയോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും കൂടെ കൂടെ ക്യാബിനിലേക്കുള്ള പോക്കുവരവും നിർമ്മലയെ പ്രകോപിപ്പിച്ചു. അവൾ ബാങ്കിലെ സഹപ്രവർത്തകരിൽ പലരോടും അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് അത്ര പന്തിയാണെന്ന് തോന്നണില്ല. ഋഷി സാറാണെങ്കിൽ വൈഫുമായി നല്ല ടേംസിലല്ല ജീവിക്കുന്നത്. ഇവള് ഋഷി സാറിനെ കുത്തുവാള എടുപ്പിക്കുമെന്നാ തോന്നണത്. ബന്ധുര ഏതോ ഫയലുമായി ക്യാബിനിലേക്ക് പോകുന്നത് നോക്കി നിർമ്മല കമ്പ്യൂട്ടറിൽ എന്തോ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അലക്സ് ചെറിയാനോട് പറഞ്ഞു. അലക്സ് ചെറിയാന്റെ കണ്ണും കമ്പ്യൂട്ടറിലായിരുന്നില്ല. ഞാനും കാണുന്നുണ്ട് നിർമ്മലെ, ഈ ബന്ധം വലിയൊരു പൊട്ടിത്തെറിയിലെ അവസാനിക്കുമെന്നാ തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ബന്ധുര വന്നത് മുതൽ അലക്സ് ചെറിയാന് ഒരു നോട്ടം ഉണ്ടായിരുന്നു. അയാൾ പല പ്രാവശ്യം സംസാരിക്കാനും ശൃംഗരിക്കാനും ശ്രമിച്ചെങ്കിലും ബന്ധുര അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അയാളുടെ ഉള്ളിലും ബന്ധുരയോട് നീരസമുണ്ടായിരുന്നു. പ്യൂൺ സദാശിവൻ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ നിർമ്മല വിളിച്ചു. സദാശിവൻ നായരെ. അയാൾ നിർമ്മലയുടെ സീറ്റിലേക്ക് ചെന്നു. ഋഷി സാറിന്റെ ക്യാബിനിൽ ബന്ധുര മേഡം കയറിയിട്ട് കുറെ നേരമായല്ലോ സദാശിവൻ നായരെ. അവിടെ എന്താ നടക്കണത്? ആ ചോദ്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ അഡൽട്സ് ഓൺലി ഷൂട്ടിംഗ് നടക്കുക. നിർമ്മല മേഡം വേണേ ഒന്ന് ചെന്ന് നോക്ക്. ചിലപ്പോ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കും. അയ്യടാ, ഒരു പ്യൂണിന്റെ ഗമ കണ്ടില്ലേ? കൂടുതൽ നഗളിക്കരുതേ, നിർമ്മല ദേഷ്യത്തിൽ പറഞ്ഞു. നടക്കാൻ തുടങ്ങിയ സദാശിവൻ നായർ തിരിഞ്ഞു നിന്നു. മാഡം, പ്രൊമോഷൻ കിട്ടി ഞാനും ആ കസേരയിൽ വന്നെന്നിരിക്കും. അന്ന് പ്യൂണെന്ന് വിളിച്ച അതേ നാവുകൊണ്ട് സാറേ എന്ന് വിളിക്കേണ്ടി വരും, മറക്കണ്ട. സദാശിവൻ നായർ കടുപ്പിച്ചെന്ന് നോക്കിയിട്ട് നടന്നു. ആ സുന്ദരി കോത ഈ കിഴവനെ പാട്ടിലാക്കിയിട്ടുണ്ടെന്നാ തോന്നണത്. നിർമ്മല പെറുപെറുത്തു. എന്തിനാ നിർമ്മലെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിട്ടത്? അതുകൊണ്ടല്ലേ സദാശിവൻ നായരുടെ വായിന്ന് കേട്ടത്? കുസുബം നേരിയ ചിരിയോടെ പറഞ്ഞു. നിർമ്മല ചെറിയോട്ടി. ഏറെ നേരം കഴിഞ്ഞിട്ടും ബന്ധുര ഋഷിയുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വരാതിരുന്നത് കണ്ടപ്പോ അലക്സ് ചെറിയാൻ പറഞ്ഞു. ഇനിയിപ്പോ സദാശിവൻ നായർ പറഞ്ഞത് നേരാണോ അടൽ സോണി? നിർമ്മല 4-5 നിമിഷം എന്തോ ആലോചിച്ചിട്ട് അലക്സ് ചെറിയാനെ നേരെ തിരിഞ്ഞു. എനിക്കൊരു സംശയം അലക്സ് സാറേ. എന്താ? ഇവള് വന്നിട്ടേ ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഈ ഒരാഴ്ചക്കുള്ളിൽ ഋഷി സാറുമായി ഇത്ര വലിയൊരു ബന്ധമുണ്ടാവുമോ? എനിക്ക് തോന്നുന്നതേ ഇവര് തമ്മിൽ നേരത്തെ വല്ല ബന്ധമുണ്ടായിരുന്നു എന്നാ. നിർമ്മല അതും പറഞ്ഞ് വീണ്ടും ഗാഠമായ ചിന്തയിലാണ്ടു. എനിക്കും ഒരു സംശയം. തിരുവിതാംകൂറിന് ട്രാൻസ്ഫർ ആയി വന്നതല്ലോ ഋഷി സാറ്. വരട്ടെ, നമുക്ക് ചേർന്നെടുക്കാം, അലക്സ് ചെറിയാൻ തല ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഡൈനിങ് ടേബിളിന് ചുറ്റും എല്ലാവരും ഇരിക്കുകയായിരുന്നു. നിർമ്മലയായിരുന്നു സംസാരത്തിന് തുടക്കമിട്ടത്. ബന്ധുര എന്താ കല്യാണമൊന്നും കഴിക്കാതിരുന്നത്? പ്രേമനൈരാശ്യം വല്ലതുമാണോ? ഒരു തമാശ രീതിയിലാണ് നിർമ്മല ചോദിച്ചത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ബന്ധുര തല പൊന്തിച്ചു. പ്രേമമുണ്ടെങ്കിലല്ലേ നിർമ്മലെ പ്രേമനൈരാശ്യം ഉണ്ടാവൂ? ബന്ധുര മൃദുവായി പുഞ്ചിരിച്ചു. പിന്നെന്താ മാരേജ് നീട്ടിക്കൊണ്ടുപോയത്? കല്യാണത്തിനൊക്കെ ഒരു സമയവും കാലമുണ്ട്, അത് കഴിഞ്ഞ പ്രശ്നമാണ്. നിർമ്മല വിടാൻ ഭാവമില്ലായിരുന്നു. കുസുമം നിർമ്മലയുടെ തുടയിൽ നുള്ളി. നിർമ്മലെ മതി ചോദ്യം ചെയ്യൽ. അപ്പോൾ അലക്സ് ചെറിയാൻ നിർമ്മലയ്ക്ക് കണ്ണുകളാൽ എന്തോ സംജ്ഞ നൽകി. നിർമ്മല മെല്ലെ തലയിൽക്കിയിട്ട് ബന്ധുരയെ നോക്കി. ആട്ടെ ബന്ധുരെ, സംശയം കൊണ്ട് ചോദിക്ക. അവൾ ഒന്ന് നിർത്തിയിട്ട് മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് ചോദിച്ചു. ഋഷി സാറുമായി ബന്ധുരയ്ക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നോ? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് ബന്ധുര വല്ലാതായി. നിർമ്മല എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ? ഈശ്വര, വീണ്ടും നിർമ്മലയുടെ ശബ്ദം. ബന്ധുരയുടെ നാട്ടിൽ എവിടെയെങ്കിലും ഋഷി സാറ് ജോലി ചെയ്തിട്ടുണ്ടോന്ന് അറിയാനാ? നിർമ്മല ചിരിച്ചു. ബന്ധുരയുടെ നെഞ്ചകം പുകഞ്ഞുപോയി. വല്ലാത്തൊരു ഉൾക്കിടലത്തോടെ അവൾ ഇരുന്നു പോയി. ബന്ധുര വിഷമിക്കണ്ട, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഋഷി സാറിന് ഞങ്ങളോടൊന്നും ഇല്ലാത്ത ഒരു താല്പര്യം ബന്ധുരയോട് കാണിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. നിർമ്മല അലക്സ് ചെറിയാനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് കൈ കഴുകാനായി വാഷ് ബേസിനടുത്തേക്ക് നീങ്ങി. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ബന്ധുരയ്ക്ക് ഒന്ന് ചലിക്കുവാൻ പോലും കഴിഞ്ഞില്ല. കുസുമം അവൾക്കടുത്തേക്ക് വന്നു. ബന്ധുരെ, തീരെ നേർത്ത ശബ്ദത്തിൽ കുസുമം വിളിച്ചു. ബന്ധുര വളരെ സാവധാനം മുഖമുയർത്തി. നിർമ്മല പറയുന്നതൊന്നും കാര്യാക്കണ്ട. ഋഷി സാറിനെ വലയിൽ കുരുക്കാൻ നോക്കിയിട്ടേ കിട്ടാത്തതിന്റെ അസൂയ. ബന്ധുര കൈ കഴുകിയിട്ട് വാ, കുസുമം പറഞ്ഞു. ബന്ധുര എഴുന്നേറ്റ് കൈ കഴുകി. ഇവിടെയും തനിക്ക് സ്വസ്ഥത നഷ്ടപ്പെടുകയാണോ എന്ന് തോന്നി.
പിന്നീട് കുറച്ചു ദിവസത്തേക്ക് ബന്ധുര സംശയങ്ങൾ ഉണ്ടായാലും കഴിയുന്നതും ഋഷിയെ സമീപിക്കാതിരിക്കാൻ ശ്രമിച്ചു. ഒരു ദിവസം പ്യൂണ് സദാശിവൻ നായർ വന്ന് പറഞ്ഞു, റിസാറ് ബന്ധുര മാഡത്തിനെ വിളിക്കുന്നു. നിർമ്മല അത് കേട്ട് അർത്ഥഗർഭമായി ഒന്ന് അമർത്തി മൂളി. ബന്ധുര ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നടന്നു. ഈ ബാങ്കിലാണോ ബന്ധുര എന്ന് പറയുന്ന ഒരാള് ജോലി ചെയ്യുന്നത്? നിർമ്മലയോട് ആരോ ചോദിക്കുന്നത് കേട്ട് ബന്ധുര മുഖമുയർത്തിയതും നടുങ്ങി വിറച്ചുപോയി. ദേവനാരായണൻ. അവൾ ഫയൽ കൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അയാൾ കണ്ടു കഴിഞ്ഞിരുന്നു. എടി കള്ള നായിന്റെ മോളെ, നിന്നെ ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയോടി. ദേവനാരായണൻ മുഖം മറച്ച ഫയൽ കൈനീട്ടി പറിച്ചെടുത്ത് ദൂരെ എറിഞ്ഞു. ബന്ധുര ഞെട്ടി വിറച്ചു. ദേവനാരായണൻ ബന്ധുരയെ തുറച്ചു നോക്കി. മുകളിലെ ഫാൻ ഫുൾ സ്പീഡിൽ കറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും ബന്ധുര വിറയ്ക്കാൻ തുടങ്ങി. പണ്ടം കണ്ട പെരിച്ചാഴിയെ പോലെ ഇരിക്കാതെടി നായിന്റെ മോളെ, വേഗം എണീറ്റ് വാടി. ദേവനാരായണൻ അലറും പോലെ പറഞ്ഞു. ബന്ധുരയ്ക്ക് ഒന്ന് ചലിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. ആകാശവും ഭൂമിയും കീഴ്മേൽ മറിയുന്നത് പോലെ അവൾക്ക് തോന്നി. ഇവിടെയും തന്റെ ജീവിതത്തിന്മേൽ ഒരാശനിപാതം പോലെ ദേവനാരായണൻ കടന്നു വന്നിരിക്കുന്നു. തന്റെ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ ചരിത്രങ്ങളും ഇയാൾ ബാങ്ക് മുഴുവൻ കൊട്ടിഘോഷിക്കും. ദേവനാരായണൻ ഇവിടെ വന്ന് ഋഷികേശിനെ കാണരുതേ എന്ന് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന. ദേവനാരായണനും ഋഷികേശും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ നിർമ്മലയ്ക്കും അലക്സ് ചെറിയാനും ഒക്കെ പറഞ്ഞു നടക്കുവാൻ കഥകൾ ഏറെ കിട്ടും. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുപോയി ബന്ധുര. എന്തോ നാടി മീച്ചിരിക്കുന്നത്? എന്റെ പേര് പിടിച്ചുപറി കേസ് കൊടുത്തിട്ട് ഇവിടെ വന്ന് ഒളിച്ചിരിക്കുന്നോടി. മര്യാദയ്ക്ക് ഇറങ്ങി വന്നോ, അതല്ലേ പൊക്കിയെടുത്തോണ്ട് പോവും ഞാൻ, അവൻ ഗർജിച്ചു. ബാങ്കിൽ വന്ന കസ്റ്റമേഴ്സിന്റെയും ജീവനക്കാരുടെയും എല്ലാം കണ്ണുകൾ ദേവനാരായണിലും ബന്ധുരയിലും മാറി മാറി പതിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ മെയിച്ചു നോക്കൊന്നും വേണ്ട, ഇവിടെ എന്റെ മുറപ്പെണ്ണ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. എന്നാലും ഈ പട്ടിച്ചി ട്യൂട്ടോറിയൽ കോളേജ് വാദികളുടെ കൂടി എന്റെ പേര് കേസ് കൊടുത്തിരിക്കുക. ബാങ്കിലെ എല്ലാവരോടുമായി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ദേവനാരായണൻ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. ശരിയല്ലേടി ഞാൻ പറഞ്ഞത്? സത്യമല്ലേ? നീ എന്റെ മുറപ്പെണ്ണല്ലേ? അയാൾ വികൃതമായി ചിരിച്ചു. അടുത്ത ആഴ്ച കേസിന്റെ വിസ്താരാണ്. അതിനെക്കുറിച്ച് നിന്നോട് സംസാരിക്കാനാ ഇത്ര ദൂരം കഷ്ടപ്പെട്ട് ഞാൻ വന്നത്. ഇറങ്ങി വാടി. എല്ലാവരും ഒരു കാഴ്ചവസ്തുവിനെ എന്ന പോലെ നോക്കുന്നത് കണ്ടപ്പോൾ ബന്ധുരയ്ക്ക് തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി. എന്നെ ശിക്ഷിപ്പിച്ചിട്ട് ജയിലിൽ കയറ്റിയിട്ട് ആ പ്രിയറോ ആയവരുടെ കൂടെ സുഖിക്കാമെന്ന് നീ കരുതണ്ടടി. മര്യാദയ്ക്ക് ഇറങ്ങി വാടി. ദേവനാരായണൻ ബന്ധുരയെ പിടിക്കാനായി കൗണ്ടറിനകത്തേക്ക് ചാടിക്കിടക്കാൻ തുടങ്ങിയതും ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടു. നിൽക്കടാ അവിടെ. ശബ്ദം കേട്ടിടത്തേക്ക് ദേവനാരായണൻ തല വെട്ടി തിരിച്ചു. കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുന്ന മനുഷ്യനെ അവൻ തുറച്ചു നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം. എവിടെ വെച്ചാണ്? ദേവനാരായണൻ ഓർമ്മയിൽ പരതി. ഒടുവിൽ ആ മനുഷ്യന്റെ മുഖം മനസ്സിന്റെ കണ്ണാടിയിൽ കണ്ടു. ഋഷികേശ്, ബന്ധുരയെ വിവാഹമാലോചിച്ചു വന്നവൻ. അന്ന് താനാണ് ആ വിവാഹം മുടക്കിയത്. ഋഷിയും ദേവനാരായണനെ തിരിച്ചറിഞ്ഞിരുന്നു. തന്റെ സ്വപ്നങ്ങൾക്ക് ചിതയൊരുക്കിയവൻ. അന്ന് ആ നിമിഷം ഇയാൾ ജയിലിൽ നിന്നും വന്നില്ലായിരുന്നുവെങ്കിൽ താൻ ബന്ധുരയുടെ കഴുത്തിൽ താലി ചാർത്തുമായിരുന്നു. ദേവനാരായണനും ഋഷികേശും നേർക്കുനേർ നിൽക്കുന്നത് കണ്ടപ്പോൾ ബന്ധുര ഭയവിഹുലയായി. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സ്ഫോടനമുണ്ടായി. അല്ല, ഇതാര്? പണ്ട് എന്റെ ബന്ധുരയെ പെണ്ണു കാണാൻ വന്ന ബാങ്കിലെ സാറോ? ദേവനാരായണൻ തെല്ലുച്ചത്തിൽ പറഞ്ഞിട്ട് ചിറികൂട്ടി. അവന്റെ വാക്കുകൾ കേട്ട് ബാങ്കിലെ ജീവനക്കാർ പരസ്പരം നോക്കി. അലക്സ് ചെറിയാന്റെയും നിർമ്മലയുടെയും കണ്ണുകൾ മിഴിഞ്ഞുപോയി. ഋഷി സാറുമായി പരിചയമുണ്ടോന്ന് വെറുതെ ചോദിച്ചതാണെങ്കിലും അത് സത്യമായിരിക്കുന്നു. നിർമ്മല വിജയഭാവത്തിൽ അലക്സിനെ നോക്കി. അലക്സിന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി ഊറിക്കൂടി. ബന്ധുരയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ നല്ലൊരായുധം. അയാൾ മനസ്സിൽ കണക്ക് കൂട്ടി. ദേവനാരായണന്റെ ശബ്ദം വീണ്ടും ഇടിമുഴക്കം പോലെ ഉയർന്നു. ഈ നിൽക്കുന്ന മാന്യൻ എന്റെ മുറപ്പെണ്ണിനെ തട്ടിയെടുക്കാൻ വന്നതാ. 7 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഞാൻ ജയിലിൽ നിന്ന് വന്ന ദിവസം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇപ്പോഴാ തമ്മിൽ കാണുന്നത്. ആട്ടെ, എന്നെ ഓർക്കുന്നുണ്ടോ ബാങ്ക് സാറേ? ദേവനാരായണൻ വികൃതമായി ചിരിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അതല്ലേ പോലീസിനെ ഞാൻ വിളിക്കും. ഋഷി ഒരു ഭീഷണി പോലെ പറഞ്ഞു. താനും ബന്ധുരയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നുവെന്ന് സഹപ്രവർത്തകർ അറിഞ്ഞതിൽ ഋഷിക്ക് വല്ലാത്ത സങ്കടമുണ്ടായി. തന്നേക്കാൾ കൂടുതൽ അത് ബാധിക്കുക ബന്ധുരയായിരിക്കും. പാവം, ഒരു ജന്മം മുഴുവൻ ദുഃഖിക്കാനായിരിക്കും ഈ സാധു പെൺകുട്ടിയുടെ വിധി. ഒരു പോലീസ്! ദേവനാരായണൻ കാറി തുപ്പി. വിളിയോടെ പോലീസിനെ വിളിക്കണോ? ആ കള്ളവാദിയര് ഇവളെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തരികയായിരുന്നു അല്ലെ? അയാള് ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. വെച്ചേക്കില്ല, ഒന്നിനും വെച്ചേക്കില്ല. അടുത്ത ആഴ്ച നീ കൊടുത്ത കേസിലെ വിസ്താരാണ്. ഞാനല്ല ആ രൂപ എടുത്തതെന്ന് മര്യാദയ്ക്ക് നീ കോടതി പറഞ്ഞോണം.
അതല്ല എന്നെ ജയിലിലാക്കി കാമുകന്മാരോടൊപ്പം സുഖിച്ച് ജീവിക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ നിന്നും കൊല്ലും. നിന്റെ ആദ്യത്തെ കാമുകനുണ്ടല്ലോ ഈ അരപ്പ, ഇവനും കൊല്ലും. ഋഷിയെ ചൂണ്ടി ദേവനാരായണൻ മുരണ്ടു. അപ്പോഴേക്കും ബാങ്കിലെ സെക്യൂരിറ്റിക്കാർ ഓടിയെത്തി. ഇതുവരെ എവിടെയായിരുന്നടൂ? ഇയാളെ പിടിച്ച് പുറത്താക്ക്, അതല്ലേ പോലീസിൽ ഏൽപ്പിക്കും. ഋഷി സെക്യൂരിറ്റിക്കാർക്ക് നേരെ ദേഷ്യപ്പെട്ടു. സെക്യൂരിറ്റിക്കാർ ദേവനാരായണനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എടി ബന്ധുരെ, ഇങ്ങോട്ട് ജോലി വാങ്ങിപ്പോന്നത് ഇയാളുമായി അവിഹിത ബന്ധം പുലർത്താനായിരുന്നു അല്ലേടി? ഇല്ലടി, ഈ ദേവനാരായണൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ലടി, അയാൾ പുലമ്പിക്കൊണ്ടിരുന്നു. ബന്ധുരയുടെ ഉള്ളിൽ 1000 കടൽ തിരമാലകൾ ആർത്തിരമ്പുകയായിരുന്നു. പുതിയ ജോലി പ്രവേശിച്ച 1 മാസം തികയുന്നതിന് മുമ്പ് താൻ ദുർനടപ്പുകാരിയാണെന്ന് സഹപ്രവർത്തകർ അറിയുക. ഇനി താൻ ഇവിടെ ഒരു പരിഹാസപാത്രവുമായിരിക്കും. താൻ കാരണം ഋഷി സാറും. അതവൾക്ക് സഹിക്കാവുന്നതിലും ഏറെയായിരുന്നു. ഇടനെഞ്ച് പൊട്ടിപ്പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അസഹ്യമായ വേദനയിൽ അവൾ പിടഞ്ഞു. ഒരു കടലാസ് വട്ടം കണക്കെ നിലത്തേക്ക് കുഴഞ്ഞു വീഴുമെന്നായപ്പോ അവൾ കസേരയിലേക്ക് വേയിച്ച് വീണുപോയി. പിന്നെ മേശമേൽ മുഖമമർത്തി മൂക കരഞ്ഞു. ഹെഡ് അക്കൗണ്ടന്റ് ചാണ്ടി സാറും കുസുമവും അവൾക്കടുത്തേക്ക് ചെന്നു. ബന്ധുരെ, എണീക്ക്, കുറച്ചു നേരം അകത്തുപോയി വിശ്രമിച്ചോളൂ. ചാണ്ടി സാറ് പിന്നെ കുസുമത്തിനോടായി പറഞ്ഞു. കസ്റ്റമേഴ്സ് കാണും, ഈ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോക്കോ. കുസുമം ബന്ധുരയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അകത്തെ വിശ്രമ മുറിയിലേക്ക് കൊണ്ടുപോയി. ഓ, ഒരു സ്നേഹപ്രകടനം കണ്ടില്ലേ? നിർമ്മല നെറ്റി ചൊളിച്ചു. ഇനി മുതൽ പുത്തനച്ചിയെ നമ്മളും താങ്ങേണ്ടി വരും നിർമ്മലെ. ബന്ധുരെ പിണക്കിയ ഋഷിസാറിന്റെ ഹിറ്റ് ലിസ്റ്റിൽ നമ്മളും പെട്ടുപോകും. അലക്സറിയൻ പരിഹസിച്ചു ചിരിച്ചു. അതിനു മുമ്പ് മറ്റു പലരും ഋഷിസാറിന്റെ ഭാര്യ ഹേമലതയുടെ ഹിറ്റ് ലിസ്റ്റിൽ പെടില്ലേ? എന്തായാലും ബന്ധുരയുടെ കാര്യം പോക്കാം. എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ സംഘടിപ്പിക്കുന്നതാണ് നല്ലത്, സുന്ദരേശൻ നായർ പറഞ്ഞു. ഋഷികേശ് വികാര വിക്ഷോഭത്തോടെ മുറിക്കുള്ളിലിരുന്നു. സഹപ്രവർത്തകരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നായിരുന്നു അയാളുടെ ഭയം. ഇനി മുതൽ തന്നെയും ബന്ധുരയെയും മറ്റൊരു തരത്തിലെ മറ്റുള്ളവർ കാണും. തന്റെ ഭാര്യ ഹേമലത ഇതറിഞ്ഞാലുള്ള അപകടത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഋഷി വല്ലാതെ ഒന്ന് നടുങ്ങി. ഹേമ തന്റെ മുറപ്പെണ്ണാണെങ്കിലും പണക്കാരിയാണെന്നുള്ള അഹങ്കാരം വാക്കിലും നോക്കിലുമുണ്ട്. ആ സ്വഭാവം പോലെ തന്നെ തടിച്ചു കൊഴുത്ത ഒരു താടകയാണ് ഹേമലത. സൗന്ദര്യമില്ലെന്നുള്ള സ്വയം തിരിച്ചറിവ് കൊണ്ടാവും എന്നും അവൾ തന്നെ സംശയിക്കുന്നത്. ഇതിന്റെ എല്ലാം ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് പാവം ബന്ധുരയാണല്ലോ എന്നോർത്തപ്പോ ഋഷിക്ക് അതികഠിനമായ ദുഃഖമുണ്ടായി. വൈകുന്നേരം എല്ലാവരും ജോലി കഴിഞ്ഞു പോകുന്നത് വരെ ഋഷി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല. മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ഒരു പ്രയാസം. ഹെഡ് അക്കൗണ്ടന്റ് ചാണ്ടി സാർ മുറിയിലേക്ക് വന്നത് ഋഷി അറിഞ്ഞതേയില്ല. ഋഷി സാർ വിളിയച്ച കേട്ട് ഋഷി മുഖമുയർത്തി. സാർ ഇറങ്ങുന്നില്ലേ? എല്ലാവരും പോയി. ഋഷി ചാണ്ടി സാറിന് നേരെ ദയനീയമായി നോക്കി. പെൻഷനാകാൻ 4-5 മാസം കൂടിയേ ഉള്ളൂ ചാണ്ടി സാറിന്. പ്രായം കൊണ്ടും സ്വഭാവ ഗുണം കൊണ്ടും സ്റ്റാഫിനിടയിൽ നല്ല മതിപ്പുള്ളയാളാണ്. ബാങ്കിലെ എന്ത് പ്രശ്നങ്ങൾക്കും ചാണ്ടി സാറിന്റെ അഭിപ്രായങ്ങൾക്കാണ് മുൻതൂക്കം. ചാണ്ടി സാർ ഋഷിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഏതോ ഒരു തെമ്മാടി വന്ന് എന്തെങ്കിലും പുലമ്പീന്ന് കരുതി സാർ എന്തിനു വിഷമിക്കണം? സാറിനെ ഞങ്ങൾക്കൊക്കെ നന്നായി അറിയാം. ബന്ധുര വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും കണ്ടിടത്തോളം ആ കുട്ടി ഒരു പാവ. നമ്മുടെ ബാങ്കിലെ ലേഡി സ്റ്റാഫുകളിൽ ഞാൻ 100 മാർക്ക് കൊടുക്കുന്നതും ആ കുട്ടിക്കാ. ഒരു നനുത്ത സ്പർശനമേറ്റതുപോലെ ഋഷിക്ക് തോന്നി. ചാണ്ടി സാറേ. ഋഷി മെല്ലെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. പണ്ടൊരിക്കൽ ബന്ധുരയുടെ വീട്ടിൽ പെണ്ണു കാണാൻ പോയത് സത്യമാണ്. പക്ഷെ അത് ബന്ധുരയുടെ അനുഭവത്തോടെ ആയിരുന്നില്ല. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേക്ക് നടക്കുന്നവളാണ് ബന്ധുര. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയപ്പോ ചാണ്ടി സാർ തടഞ്ഞു. ആ കുട്ടി എല്ലാം പറഞ്ഞു. സാറ് വരൂ. ചാണ്ടി സാർ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. പിന്നാലെ ഋഷിയും. അന്ന് പതിവിലും വൈകിയാണ് ഋഷി വീട്ടിലെത്തിയത്. മൂടിക്കെട്ടിയ മുഖവുമായി ഹേമലത സിറ്റ് ഔട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. പോർച്ചിൽ കാർ നിർത്തി ഋഷി ഇറങ്ങി വന്നപ്പോഴേക്കും ഹേമലത വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. ഇന്നെന്താ ഇത്ര വൈകിയത്? അവൾ കനപ്പിച്ച് ചോദിച്ചു. നിർമ്മലയോ അലക്സ്റ്ററിയാനോ ഫോണിൽ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ എന്നായിരുന്നു ഋഷിയുടെ ഭയം. ഓഫീസിൽ കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. എങ്ങും തൊടാതെ പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് കയറി. വല്ല ഗൾഫുകാരന്റെ ഭാര്യമാര് ഡെപ്പോസിറ്റുമായി വന്നതാണ്. അവരോട് കിന്നാരം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ഹേമലത പുച്ഛത്തോടെ പറഞ്ഞു. സൗന്ദര്യമില്ലെന്ന അപകർഷബോധമാണ് ഹേമയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഋഷി മറുപടി പറയാതെ മുറിയിലേക്ക് കയറി. വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തന്റെ തലയിൽ എടുത്തു വെച്ച വലിയൊരു ഭാരമാണിവൾ. ഈ ജന്മം മുഴുവൻ തനിക്ക് ഈ എടുത്താൽ പൊങ്ങാത്ത ഭാരം ചുമക്കാനാണ് വിധി.
തടിച്ചു കൊഴുത്ത് കുപ്പിഭരണി പോലെ ഇരിക്കുന്ന ഹേമലതയെ നല്ലൊരു ചെറുപ്പക്കാരെ വിവാഹം കഴിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മുറപ്പെണ്ണ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് തന്റെ തലയിൽ കെട്ടിവെച്ചത്. വെളുപ്പ് നിറവും ശരീരം മുഴുവൻ സ്വർണവും ഉണ്ടെന്നല്ലാതെ ഒരു സ്ത്രീയായി ഹേമലതയെ ആർക്കും കാണാനാവില്ല. എന്നിട്ടും താൻ ഇവളെ സ്നേഹിക്കുകയാണ്. അത് മനസ്സിലാക്കാൻ ഹേമയ്ക്ക് കഴിയുന്നുമില്ല. ടെൽമി, ആരായിരുന്നു ഇന്ന് വന്ന ലേഡി കസ്റ്റമർ? ഹേമലത വിടാൻ ഭാവമില്ലായിരുന്നു. സുസ്മിത സെന്നും അവളുടെ അമ്മായിയമ്മയും. എന്താ പോരെ? ക്ഷമ കേട്ട് പറഞ്ഞ് ഋഷി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. രക്ഷപ്പെട്ടോ. എന്താണേലും അതിനുള്ള സംവിധാനം നിങ്ങളുടെ ബാങ്കിൽ തന്നെ എനിക്കുണ്ട്. അവൾ പെറുപെറുത്തു. അലക്സെറിയാനെയും നിർമ്മലയും ഉദ്ദേശിച്ചാണ് ഹേമലത പറയുന്നതെന്ന് ഋഷിക്ക് അറിയാമായിരുന്നു. പിറ്റേ ദിവസം ബന്ധുര ബാങ്കിൽ വന്നില്ല. ബാങ്കിൽ അതായിരുന്നു അന്നത്തെ ചർച്ചാ വിഷയം. ഇത്ര വേഗം പൂച്ച വെളിച്ചത്താകുമെന്ന് കരുതി കാണില്ല. ഓ, ആ സുന്ദരി കോതയെ കുറിച്ച് ഇവിടെ പലർക്കും എത്ര നല്ല മതിപ്പായിരുന്നു. നിർമ്മല കുസുമത്തെ ഒളികണ്ണാൽ നോക്കിയിട്ട് തുടർന്നു. ഇത്രയും അച്ചടക്കവും വിനയവും സ്വഭാവശുദ്ധിയുമുള്ള പെണ്ണ് വേറെ ഇല്ലെന്ന് വരെ അല്ലേ ഇവിടെ ഓരോരുത്തരുടെ കണ്ടുപിടുത്തം. കുസുമത്തിന് ദേഷ്യം അടക്കാനായില്ല. നിർമ്മലെ, എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോഴും എന്റെ അഭിപ്രായത്തിന് മാറ്റമില്ല. ബന്ധുര പാവാണ്, സ്വഭാവശുദ്ധിയുള്ളതുമാണ്. സ്വന്തം മുഖം വികൃതമാണെന്ന് കരുതി കണ്ണാടിയെ പഴിചാരേണ്ട നിർമ്മലെ. കുസുമം അരിശപ്പെട്ട് ഫയലും എടുത്ത് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോയി. ബന്ധുരെ പറഞ്ഞപ്പോ കുസുമത്തിനാണല്ലോ നിർമ്മലെ നൊന്തത്. അതും പറഞ്ഞ് അലക്സേറിയൻ മാനേജറുടെ ക്യാബിനിൽ നിന്നും ഇറങ്ങി വരുന്ന പ്യൂൺ സദാശിവൻ നായരെ വിളിച്ചു. സദാശിവൻ നായരെ, കാമുകിയെ കാണാത്തത് കൊണ്ട് നമ്മുടെ മാനേജർ സാർ ദുഃഖഗാനം പാടിയിരിക്കുകയാണോ? സദാശിവൻ നായർ അലക്സേറിയാന്റെ അടുത്തേക്ക് ചെന്നു. എന്തിനാ അലക്സാറെ വെറുതെ പല്ലിട കുത്തി മണപ്പിക്കുന്നത്? ബന്ധുർമാണം വന്നിട്ട് ഒരു മാസം കഴിഞ്ഞില്ല. അതിനു മുമ്പേ ഇല്ലാവചനം പറഞ്ഞ് നടക്കരുതേ. അതൊന്നും ആണുങ്ങൾക്ക് ചേർന്നതല്ല. ഓ, എന്ന് തുടങ്ങി പ്യൂൺ സദാശിവൻ നായർക്ക് പെണ്ണുങ്ങളോടുള്ള സഹാനുഭൂതി? അവൾ ഋഷിസാറിന്റെ കാമുകിയായിരുന്നുവെന്നും പെണ്ണുകാണൽ വരെ നടന്നതാണെന്നൊന്നും ഞാനല്ലല്ലോ വിളിച്ചു പറഞ്ഞത്. അവളുടെ മുറച്ചെറുക്കം തന്നെയല്ലേ? അലക്സേറിയൻ പറഞ്ഞു. സദാശിവൻ നായരും വിട്ടുകൊടുത്തില്ല. അങ്ങനെ വല്ലവരും പറയുന്നത് വിശ്വസിക്കുമെങ്കിൽ ഞാൻ പറയുന്നതും വിശ്വസിക്കണം. സദാശിവൻ നായർ പിന്നെ മറ്റുള്ളവരോടായി ഉറക്കെ പറഞ്ഞു. ഈ ഇരിക്കുന്ന മാന്യനായ അലക്സേറിയൻ സാറി ബന്ധുര മാഡം വന്ന അന്നു മുതൽ പിന്നാലെ മണത്തു നടക്കാൻ തുടങ്ങിയതാ. ഒറ്റയ്ക്ക് കിട്ടുന്ന നേരം നോക്കി കിന്നാരം പറയാനും ശൃംഗരിക്കാനും ചെല്ലുന്നത് ഞാനും കണ്ടിട്ടുള്ളതാ. ബന്ധുര മാഡം തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, അലക്സ് സാറ് ഞരമ്പ് രോഗിയാണോന്ന്. ബാങ്കിനുള്ളിൽ നിന്നും കൂട്ടച്ചിരി ഉയർന്നു. അലക്സേറിയാന്റെ മുഖം മഞ്ഞളിച്ചു. സദാശിവൻ നായർ ഇത്രയും കടത്തി പറയുമെന്ന് വിചാരിച്ചതല്ല. കിട്ടാത്ത മുന്തിരി പുളിക്കും അല്ലെ അലക്സ് സാറേ? അതും പറഞ്ഞ് നേരത്തെ ഒരു ചിരിയോടെ സദാശിവൻ നായർ നടന്നു. അപ്പോഴും ബാങ്കിലെ കൂട്ടച്ചിരി അവസാനിച്ചിരുന്നില്ല. അലക്സേറിയാൻ ചമ്മൽ ഒതുക്കുവാൻ പണിപ്പെടുകയായിരുന്നു. ഋഷികേശ് പുറത്തെ ഉച്ചയും ചിരിയും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. തന്നെയും ബുദ്ധരിയെ കുറിച്ചുമാണെന്നും മനസ്സിലായി. ബന്ധുര എന്ന് വരാതിരിക്കുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. അത്ര വേഗം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ബന്ധുരയും കരുതിയിട്ടുണ്ടാവില്ല. ഋഷിക്ക് നെഞ്ച് പൊള്ളുന്നത് പോലെ തോന്നി. താൻ എന്ന് പെണ്ണു കാണാൻ ചെന്നത് തെറ്റായിപ്പോയി. അതല്ലെങ്കിൽ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് ബന്ധുരയെ വിവാഹം ചെയ്യണമായിരുന്നു. ഇതിപ്പോ വെറുതെ ഒരു പെണ്ണിന് ചീത്തപ്പേരുണ്ടാക്കി ഒളിച്ചോടുകയാണ് താൻ ചെയ്തത്. ബന്ധുരയുടെ സങ്കടം അയാൾക്ക് മനസ്സിലാകുമായിരുന്നു. ഇനിയും എത്ര നാൾ ഓഫീസിൽ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാണ് താനും ബന്ധുരയും. ഇപ്പോഴേ ഇങ്ങനെ ഒരു അപവാദം ഉണ്ടായ സ്ഥിതിക്ക് എത്ര നാൾ ബന്ധുരയ്ക്ക് പിടിച്ചു നിൽക്കാനാകും? ബന്ധുരയെ കുറിച്ച് ഓർത്തപ്പോൾ അതികഠിനമായ നൊമ്പരത്താൽ ഋഷിയുടെ മനസ്സ് വിങ്ങി. എന്തു തന്നെ സംഭവിച്ചാലും ബന്ധുരയെ സമാധാനിപ്പിക്കും. തന്റെ ഒരു സാന്ത്വനവാക്ക് ഒരുപക്ഷെ ബന്ധുരയ്ക്ക് ആശ്വാസമായെന്നിരിക്കും. ഋഷി കലുഷമായ മനസ്സുമായി വൈകുന്നേരം വരെ ഓഫീസിൽ ചെലവഴിച്ചു. വൈകുന്നേരം ഓഫീസിൽ നിന്നും ഇറങ്ങിയ ഋഷി നേരെ ബന്ധുരയെ കാണാനായി പോയി. YWCയുടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന് മുന്നിലേക്ക് കാറ് തിരിച്ച് ഋഷി പെട്ടെന്ന് ബ്രേക്കിൽ കാലമർത്തി. അയാളുടെ കണ്ണുകൾ തുറച്ചുപോയി. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങുന്ന ഹേമലത. ഋഷി സ്റ്റിയറിംഗിൽ പിടിച്ച് ഒരു ശിലാപ്രതിമ പോലെ ഇരുന്നു. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ ഹേമലത ഗേറ്റ് തുറന്ന് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് കയറി പോകുന്നത് ഉൾക്കിടിലത്തോടെ ഋഷി നോക്കിയിരുന്നു. ഹേമലത ബന്ധുരയെ കാണാൻ പോവുകയാണ്. ബാങ്കിൽ നടന്നതെല്ലാം അലക്സേറിയാനോ നിർമ്മലയോ അതോ വേറെ ആരെങ്കിലുമോ ഹേമലതയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടാവും.
അതല്ലെങ്കിൽ ബന്ധുര താമസിക്കുന്നത് YWCAയിലാണെന്ന് ഇവൾ എങ്ങനെ അറിയും? ഇവിടെ ഹേമലതയുടെ സുഹൃത്തുക്കളോ മറ്റു ബന്ധുക്കളോ താമസിക്കുന്നുമില്ല. ഏറെ നേരം കഴിഞ്ഞ് വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ ഋഷികേശ് കാർ മുന്നോട്ടെടുത്തു. കാർ ചീറിപ്പാഞ്ഞു പോയി. ബന്ധുര പലവിധ ചിന്തകളോടെ മുറിയിൽ കിടക്കുകയായിരുന്നു. ആരോ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഹോസ്റ്റലിലെ ജോലിക്കാരി പെൺകുട്ടിയാണ്. ചേച്ചിയെ കാണാൻ ആരോ വന്നിരിക്കുന്നു, ആ പെൺകുട്ടി പറഞ്ഞു. ആരാ? അറിയില്ല, ആ പെൺകുട്ടി പറഞ്ഞു. പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോൾ ബന്ധുര താഴേക്കുള്ള കോണിപ്പടി ഇറങ്ങി. ആരായിരിക്കും? ഇന്ന് അവധി എടുത്തതുകൊണ്ട് ബാഗിൽ നിന്നും കുസുമമായിരിക്കുമെന്ന് കരുതി ബന്ധുര വിസിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. നിറയെ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് വെളുത്ത് തടിച്ചു കൊഴുത്ത് അപരിചിതയായ സ്ത്രീയെ കണ്ട് ബന്ധുര പകപ്പോടെ നോക്കി. ആ സ്ത്രീ ബന്ധുരയെ കടിപ്പിച്ചെന്ന് നോക്കിയിട്ട് തെല്ല് ഗൗരവത്തിൽ ചോദിച്ചു, ബന്ധുര അല്ലേ? അതെ എന്ന അർത്ഥത്തിൽ അവൾ തല ചലിപ്പിച്ചു. ഞാൻ ഹേമലത, ഋഷിയുടെ ഭാര്യ. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അധികാര ഗർവോടെ അവൾ കസേരയിലേക്ക് ഇരുന്നു, ഒരു പർവ്വതം ഇരിക്കുന്നത് പോലെ. ഇരിക്ക്, എനിക്ക് കുറച്ച് സംസാരിക്കണം. എന്റെ ഹാസ്യനെ തട്ടിയെടുക്കാനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? പെട്ടെന്നായിരുന്നു ഹേമലതയുടെ ചോദ്യം. ബന്ധുര ആദ്യം ഒന്ന് പതറി, പിന്നെ സമചിത്തത കൈവരിച്ചു. ഹേമലത പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇല്ലടി, നിനക്കൊന്നും മനസ്സിലായില്ല. കുറച്ചു ദിവസമായി ഞാൻ എന്റെ ഭർത്താവിനെ ശ്രദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ടാ ഋഷിയുടെ മനമാറ്റം. നീ ഋഷിയുടെ പഴയ കാമുകിയല്ലായിരുന്നോ? നിന്നെ കല്യാണം കഴിക്കാനും തീരുമാനിച്ചതല്ലേ? ഹേമലത ശബ്ദമുയർത്തി ചോദിച്ചു. ഹേമലതെ, ഇതൊരു ഹോസ്റ്റലാ. ഇവിടെ ഞാൻ മാത്രമല്ല താമസിക്കുന്നത്, വേറെയും താമസക്കാരുണ്ട്. അതുകൊണ്ട് അല്പം കൂടി മാന്യമായി സംസാരിക്കണം. ബന്ധുര ധൈര്യം സംഭരിച്ച് ഒരു താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു. അയ്യടി, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് എന്ത് മാന്യതയാടി കാണിക്കേണ്ടത്? ഹേമലത ഉച്ചത്തിൽ ചെറികൊട്ടി. ബന്ധുരയ്ക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടു. തന്നെ വേശി എന്ന് വിളിച്ചിരിക്കുന്നു. ഹേമലതേ, അവൾ അല്പം ശബ്ദമുയർത്തി വിളിച്ചു. ഹേമലതയ്ക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു. ഇതുവരെ എന്റെ മേലുദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന പരിഗണന തന്നു. ഇനി നിങ്ങൾ അതിരുവിട്ട എനിക്ക് അതേ നാണയത്തിൽ മറുപടി തരേണ്ടി വരും. എനിക്കറിയാമടി, പലരുടെ കൂടെ അന്തിയുറങ്ങിയ നിനക്ക് ഏത് തരത്തിലും മറുപടി പറയാൻ അറിയുമെന്ന് എനിക്കറിയാം. വാക്കുകൾ അവസാനിക്കും മുമ്പ് ബന്ധുരയുടെ വലതുകരം ഹേമലതയുടെ കവിളിൽ ശക്തിയിൽ പതിച്ചു. അവളുടെ വെളുത്തു ചാടിയ കവിളിൽ ബന്ധുരയുടെ വിരൽപ്പാടുകൾ ചുവപ്പ് രാശി വരച്ചു. നീ എന്നെ തല്ലി അല്ലടി, നിന്നെ ഞാൻ കാണിച്ചു തരാമടി. നിന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് ഹേമലത എന്നല്ല, നീ നോക്കിക്കോടി. ഹേമലത വർദ്ധിച്ച ദേഷ്യത്തോടെ ചാടി എണ്ണിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. നിൽക്ക്. ബന്ധുര അവൾക്കടുത്തേക്ക് ചെന്നു. ആർക്കും ഞാനൊരു ശല്യമാവില്ല, ആരുടെയും മുതല് തട്ടിയെടുക്കുകയില്ല. എന്നെ പ്രതീക്ഷിച്ച് 2-3 മനുഷ്യജന്മങ്ങൾ എന്റെ വീട്ടിലുണ്ട്. ഹേമലതെ, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. അത് പറയുമ്പോൾ ബന്ധുരയുടെ കണ്ണുകൾ സചലങ്ങളായി. വാക്കുകൾക്ക് ഇടർച്ചയുണ്ടായി. ഹേമലത അത് കേട്ടതായി നടിക്കാതെ ചവിട്ടി മെതിച്ച് നടന്നു. അവൾ വീട്ടിൽ ചെല്ലുമ്പോ ഋഷികേശ് സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഹേമലത ഭർത്താവിനെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ഋഷി വിളിച്ചു. ഹേമേ. അവൾ തിരിഞ്ഞു വന്നു നിന്ന് എന്താണെന്ന അർത്ഥത്തിൽ ഒന്ന് നോക്കി. നീ എവിടെ പോയതായിരുന്നു? എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി. നിൽക്കാൻ. ഋഷി അവൾക്ക് പിന്നാലെ ചെന്നു. ഏത് ഫ്രണ്ടിനെയാ നീ കാണാൻ പോയത്? ഇതെന്താ പോലീസ് മുറ പോലെ? ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? ആ ഫ്രണ്ടിന് പേരില്ലേ? പേരുണ്ട്, ബന്ധുര. എന്താ അങ്ങനെ ഒരു ഫ്രണ്ടിനെ ഋഷിക്കറിയോ? അവൾ ലേശം പരിഹാസത്തോട് ചോദിച്ചു. അയാൾ മിണ്ടിയില്ല. ഹേമലത ദേഷ്യത്തിൽ അയാളെ ഒരിക്കൽ കൂടി നോക്കിയിട്ട് മുഖം വെട്ടിത്തിരിച്ച് മുറിയിലേക്ക് കയറി. ഋഷിക്ക് വല്ലാത്ത സങ്കടമായി. കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന സ്ഥിതിയിലാണ് താൻ. ബന്ധങ്ങളുടെ പേരിൽ എല്ലാവരും ചേർന്ന് തന്റെ ജീവിതം തല്ലിയുടക്കിയായിരുന്നു. മാടയ്ക്കൽ മാധവമേനോന്റെ ഒരേ ഒരു മകളെ വിവാഹം കഴിച്ചാലുള്ള ലാഭങ്ങളായിരുന്നു തന്റെ വീട്ടുകാർ കണക്കുകൂട്ടിയത്. പക്ഷെ സ്വന്തം മകന്റെ ജീവിതമാണ് ആ ലാഭങ്ങളുടെ കണക്കിൽ നഷ്ടപ്പെട്ടതെന്ന് അവരറിഞ്ഞില്ല. അറിഞ്ഞെങ്കിൽ തന്നെയും അറിഞ്ഞതായി അവരാരും നടിച്ചില്ല. ക്ഷമിക്കുകയാണ്, ഭൂമിയോളം ക്ഷമിക്കുകയാണ്. അയാൾ പരീക്ഷനായി തിരിഞ്ഞു നടന്നു. ആ രാത്രി അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. ഋഷിക്ക് ഉറക്കം കണ്ടില്ല അല്ലേ? ഹേമലത ചോദിച്ചു. ഋഷി മൗനം പൂണ്ടു കിടന്നു. ഹേമലതയുടെ അച്ഛൻ തന്ന കനത്ത സ്ത്രീധനത്തോടൊപ്പം തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോ ഋഷിയുടെ മനസ്സിൽ ആ രാക്ഷസിയാണെന്ന് എനിക്കറിയാം.
പക്ഷേ മനസ്സിൽ മാത്രം താലോലിച്ചാ മതി. ഞാൻ ജയിച്ചിരിക്കുമ്പോ മറ്റൊന്നും നടക്കില്ല. ദേഷ്യം കൈവിരലുകൾ വരെ ധരിച്ചു വന്നതാണ്. സ്വയം ക്ഷമിച്ചു. നേരം പുലർന്നു. ഹേമലത എപ്പോഴോ എണീറ്റു പോയിരുന്നു. അവൾ ബെഡ് കോഫിയുമായി വന്നപ്പോഴേക്കും ഋഷി ഉണർന്നു കിടക്കുകയായിരുന്നു. കിനാവ് കാഴ്ചയൊക്കെ നിർത്തിയിട്ട് എണീക്ക്, എന്തായാലും ബാങ്കിൽ ചെല്ലുമ്പോ കാണാലോ. ബെഡ് കോഫി മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ പോയി. പിന്നെയും കുറെ നേരം കൂടി കഴിഞ്ഞാണ് അയാൾ എഴുന്നേറ്റത്. രാവിലെ ഭർത്താവിന് നല്ല മനസ്സോടെ ഒരു കപ്പ് കാപ്പി തരാൻ പോലും ഹേമയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തപ്പോൾ സ്വയം ആത്മനിന്ദയുണ്ടായി. തെളിഞ്ഞ പുഞ്ചിരിയോടെയുള്ള ഭാര്യയുടെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സ് കുളിരണിയുമായിരുന്നു. നോവലുകളിലും സിനിമകളിലും ഒക്കെ വായിച്ചു കണ്ടുള്ള അറിവുകളുമാണ് തനിക്കതൊക്കെ. ജീവിതത്തിൽ തനിക്ക് അതെല്ലാം അന്യം നിന്ന് പോയിരിക്കുന്നു. അയാൾ കാപ്പി കപ്പെടുത്ത് ജനാലയിലൂടെ പുറത്തേക്ക് കമഴ്ത്തി. രാവിലെ ബാഗിലേക്ക് പുറപ്പെടാൻ നേരവും ഹേമലതയുടെ കുത്തുവാക്ക്, ഓ എന്തൊരു ധൃതിയാ യക്ഷിയെ കാണാൻ. പൊയ്ക്കോ പൊയ്ക്കോ. തിരിഞ്ഞു നിന്ന് മുഖമടച്ചൊന്ന് പൊട്ടിക്കാനാണ് തോന്നിയത്. ഋഷി കാറിൽ കയറി പോകുന്നത് വരെ അവൾ വരാന്തയിൽ തന്നെ നിന്നു. ബാഗിന് മുന്നിൽ കാർ നിർത്തി ഇറങ്ങുമ്പോ ബന്ധുര നടന്നു വരുന്നത് കണ്ടു. ഉള്ളിൽ സന്തോഷമുണ്ടായി. ബന്ധുര ബാങ്കിന്റെ സ്റ്റെപ്പ് കയറി രണ്ടാമത്തെ നിലയിലെത്തി. ബാങ്കിലെ സ്റ്റാഫൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നു. ബന്ധുരയെ കണ്ട് നിർമ്മല അടുത്തു ചെന്നു. നിർമ്മല അടുത്തു കൂടുന്നത് എന്തിനാണെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലായി. ബന്ധുര എന്താ ഇന്നലെ വരാതിരുന്നത്? അവൾ ലോഹ്യം കാണിച്ചു. ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. അതെന്ത് തലവേദനയാ? നിർമ്മല അത്ഭുതം കൂറി. അങ്ങനെ ചില തലവേദനകൾ ഉണ്ട് നിർമ്മലെ. അതും പറഞ്ഞ് ബന്ധുര സ്വന്തം സീറ്റിലേക്ക് പോയി. തലവേദന പോലും. ഇന്നലെ ഹേമലത ശരിക്ക് പെരുമാറിയിട്ടുണ്ടാവും. നിർമ്മല പല്ലുറുമി. തലവേദനകള് ഇനിയും വരാൻ കിടക്കല്ലേ, ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ടല്ലായിരുന്നോ? അലക്സറിയൻ ചിരിച്ചു. അറ്റൻഡൻസ് രജിസ്റ്ററിൽ എല്ലാവരും ഒപ്പിട്ടതിനു ശേഷമാണ് ബന്ധുര ഒപ്പിടാനായി പോയത്. ഋഷിയുടെ ക്യാബിനിലേക്ക് കയറുമ്പോൾ പലരുടെയും കണ്ണുകൾ ബന്ധുരയിലായിരുന്നു. ബന്ധുരയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഋഷി. അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഒപ്പിടാൻ തുടങ്ങുമ്പോൾ ഋഷി ചോദിച്ചു, ഇന്നലെ എന്താ വരാതിരുന്നതെന്ന് ചോദിക്കുന്നില്ല. അയാൾ ഒന്ന് നിർത്തിയിട്ട് ശബ്ദം താഴ്ത്തി ചോദിച്ചു, ഹേമലത ഇന്നലെ അവിടെ വന്നു അല്ലേ? ബന്ധുരയെ ഒത്തിരി നാണം കെടുത്തിയോ? നാവിന് എല്ലില്ലാത്തത് കൊണ്ടേ എന്തു പറയുന്നവളാ, അതുകൊണ്ടാ ചോദിച്ചത്. ഏയ് അങ്ങനൊന്നുമില്ല, കൂടുതൽ സംസാരിക്കാൻ ഞാൻ അവസരം കൊടുത്തില്ല. ഹേമലതയെ തല്ലിയ വിവരം അവൾ മറച്ചു വെച്ചു. 4-5 നിമിഷം ഋഷി മൗനം പൂണ്ടിരുന്നു. പിന്നെ ദുഃഖത്തോടെ തീർത്തും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, എന്റെ വിധിയാണ് ബന്ധുരെ. കോടികളുടെ ആസ്തിയുള്ള ഒരു അച്ഛന്റെ ഒരേ ഒരു മോളാണ്. ഒന്നിച്ച് കളിച്ചു വളർന്നവളാണ്. എന്റെ അമ്മാമ്മയുടെ മകളുമാണ്. എന്റെ ഭാര്യയാകാൻ നൊയമ്പ് നോറ്റിരുന്നവളുമാണ്. അയാൾ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു, ഒടുവിൽ എന്റെ ഭാര്യ ആയതോടെ അവൾ അല്ലാതാവുകയായിരുന്നു. അവളുടെ അച്ഛന്റെ സ്വത്തിൽ ഭ്രമിച്ച് ഞാൻ അവളെ വശീകരിച്ച് കല്യാണം കഴിച്ചതാണെന്ന് വരെ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അവളുടെ സീമന്തരേഖയിൽ സിന്ദൂരപ്പെട്ട് വീണ നാൾ മുതൽ ഈ നിമിഷം വരെ ഒരിക്കൽ പോലും ഒരു ഭാര്യ എന്ന നിലയിൽ ഹേമ നീതി പുലർത്തിയിട്ടില്ല. ഋഷിയുടെ വാക്കുകൾ ഇടയ്ക്കെപ്പോഴും മുറിഞ്ഞു. മിഴിക്കോണുകളിൽ നനവ് പടർന്നു. ബന്ധുരയ്ക്കും ദുഃഖമുണ്ടായി. ഇന്നലെ ഹേമ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയെങ്കിൽ എന്നെ ഓർത്ത് ക്ഷമിക്കണം. ഒരു യാചന പോലെയായിരുന്നു ആ വാക്കുകൾ. അവൾ അവിടെ നിന്ന് സീറ്റിൽ ചെന്നിട്ടും ബന്ധുരയ്ക്ക് ജോലി ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. 4-5 ദിവസം കൂടി കടന്നുപോയി. അന്ന് ശമ്പള ദിവസമായിരുന്നു. താൻ ഉദ്യോഗസ്ഥയായിട്ട് കിട്ടുന്ന ആദ്യത്തെ ശമ്പളം. രാവിലെ ബാഗിലേക്ക് പുറപ്പെടുമ്പോൾ മനസ്സ് തുടികൊട്ടുകയായിരുന്നു. വൈകുന്നേരത്തെ ട്രെയിനിൽ വീട്ടിലും പോകണം. ആദ്യത്തെ ശമ്പളവും കൊണ്ടുവരുന്ന തന്നെയും കാത്ത് ഇപ്പോഴേ വഴിക്കണ്ണുമായി അമ്മയും കൃഷ്ണയും നോക്കിയിരിക്കുന്നുണ്ടാവും. അവൾ ബാങ്കിൽ ചെന്നപ്പോ ചാണ്ടിസാറാണ് ആദ്യം വിഷയം അവതരിപ്പിച്ചത്. ബന്ധുരെ, ഇവിടെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആദ്യ ശമ്പളം വാങ്ങുമ്പോ ചെറിയൊരു പാർട്ടി നടത്തണം. ബന്ധുരയ്ക്ക് വിരോധമില്ലല്ലോ? ഇല്ല സർ. എങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തോളാം. ബന്ധുര ബില്ല് പേ ചെയ്താൽ മതി. അവൾ ചിരിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാവർക്കും ശമ്പളം കിട്ടി. ശമ്പളം എണ്ണി വാങ്ങുമ്പോ അവളുടെ കൈ വിറച്ചു. ഇതിനു മുമ്പ് മഹാത്മയിൽ നിന്നും എത്രയോ മാസം ശമ്പളം വാങ്ങിയതാണ്. അന്നൊന്നും ഉണ്ടാവാത്ത ഒരു ആത്മനിർവൃതി. വൈകുന്നേരം ബന്ധുരയ്ക്ക് വീട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് പാർട്ടി ഉച്ച കഴിഞ്ഞ് നേരത്തെയാക്കി. പോകാൻ നേരം ചാണ്ടിസാർ ചോദിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുവിടണോ? വേണ്ട സർ, ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. ശരി ശരി. ഋഷികേശിനോട് യാത്ര പറഞ്ഞിട്ടാണ് അവൾ പോയത്. വീട്ടിൽ എന്റെ അന്വേഷണം പറയണം, ഋഷി ഓർമ്മിപ്പിച്ചു. അവൾ തല കുലുക്കി. പ്യൂൺ സദാശിവൻ നായർ ഓട്ടോ പിടിച്ചു കൊടുത്തു.
100 രൂപ സദാശിവൻ നായർക്ക് കൊടുത്തിട്ടാണ് അവൾ പോയത്. ടൗണിലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും കുറെ തുണിത്തരങ്ങൾ വാങ്ങി. ബാലചന്ദ്ര സാറിന്റെ ജുബയ്ക്കുള്ള തുണിയും അതിന് ചേരുന്ന ഡബിൾ മുണ്ടും വാങ്ങുവാൻ അവൾ മറന്നില്ല. ട്രെയിനിൽ വലിയ തിരക്കില്ലാതിരുന്നതുകൊണ്ട് ഇരിക്കാൻ ഇടം കിട്ടി. ബാഗിൽ രൂപയുള്ളതിനാൽ രാത്രിയിൽ അവൾ ഉറങ്ങിയതേയില്ല. പിറ്റേന്ന് വൈകുന്നേരമാണ് നാട്ടിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരിക്കലുമില്ലാത്ത സന്തോഷമായിരുന്നു. ഇന്ന് വരുമെന്നറിയാവുന്നതുകൊണ്ട് അമ്മയും കൃഷ്ണയും വഴിക്കണ്ണുമായി മുറ്റത്ത് നിൽപ്പുണ്ടാവും. വീടിന് മുന്നിൽ ഓട്ടോ നിർത്തി. ഓട്ടോക്കൂലി കൊടുത്ത് ഒതുക്കുകല്ല് കയറി മുറ്റത്തേക്ക് നടക്കാൻ തുടങ്ങിയ ബന്ധുര അഗ്നികുണ്ഡത്തിൽ കാൽ വഴുതി വീണതുപോലെ നിശ്ചലം നിന്നുപോയി. വരാന്തയിൽ ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് വിശ്വജിത്തിന്റെ അമ്മ ജാനമ്മ. ഇന്ന് 2 അറിയണം. നിങ്ങളുടെ മകൾക്ക് ഇന്ന് 8-ാം മാസാ. എന്നിട്ടും പറഞ്ഞ സ്ത്രീധനം തന്നില്ലാച്ചാലേ എന്റെ മകന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ആർക്കും വേണ്ടാത്ത ഈ ചരക്കിനെ കെട്ടിയെടുത്തത്. അതുകൊണ്ട് ബാക്കി സ്വർണം കൂടി തന്നിട്ട് ഇവളെ കൊണ്ടേക്കോളാം. അതുവരെ ഇവൾ എവിടെ നിന്നോട്ടെ. അങ്ങനെയൊന്നും പറയാതെ ജാനമ്മേ, ഉടനെ തരാനുള്ള സ്വർണം ഞങ്ങൾ തരും. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുതേ. ദേവികയമ്മ ഒരു കരച്ചിൽ പോലെ പറഞ്ഞു. ഇന്ദുലേഖ നിറവയറുമായി ഭിത്തിമേൽ ചാരി നിൽക്കുകയായിരുന്നു. ജാനമ്മ വരാന്തയിൽ നിന്ന് വിശ്വജിത്തിന്റെ കൈക്ക് പിടിച്ചു. എന്തോ നോക്കി നിൽക്കുവാടാ. ഈ വീട്ടുകാർക്ക് ബാക്കി സ്വർണം തരാനുള്ള ചൂടുണ്ടാകണമെങ്കിലേ വീർത്ത വയറുമായി ഇവിടെ നിൽക്കണം. നീ വാ. എന്റെ മകള് പാലക്കാട്ടൊന്നൊന്ന് വന്നോട്ടെ ജാനമ്മേ, അതുവരെ നിങ്ങൾ ക്ഷമിക്കേ. ദേവികയമ്മ കേണ അപേക്ഷിച്ചു. ഓ, വലിയ ഉദ്യോഗക്കാരി. അവള് വരുമ്പോ പറഞ്ഞാ മതി. ബാക്കി സ്വർണം വരുമ്പോ ഈ അസ്തനെ കൊണ്ടുപോക്കാളാമെന്ന്. അതും പറഞ്ഞ് വിശ്വജിത്തിന്റെ കൈക്ക് പിടിച്ചു വലിച്ച് നിലത്ത് അമർത്തി ചവിട്ടി ജാനമ്മ പടിപ്പുര വാതിൽക്കിൽ എത്തിയതും നിന്നു. അവർ പറയുന്നതെല്ലാം കേട്ട് വല്ലാത്തൊരു തളർച്ചയിൽ പടിപ്പുര വാതിലിൽ ചാരി നിൽക്കുകയായിരുന്നു ബന്ധുര. യാത്രാക്ഷീണവും ഉറക്കളിപ്പും മറന്ന് വീട്ടിലേക്ക് ഓടി വരികയായിരുന്നു. ഒരു നിമിഷാർദ്ധം കൊണ്ട് സന്തോഷമെല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു. ജാനമ്മ ബന്ധുരയ്ക്ക് മുന്നിലേക്ക് ചെന്നു. ആ വന്നല്ലോ. ബന്ധുര വന്നിട്ട് ഒരു തീരുമാനമെടുക്കാന്നാ ദേവകി ചേച്ചി പറഞ്ഞത്. വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയല്ലേ കൊച്ചേ. ഞങ്ങളുടെ ബാധ്യത എന്ന് തീർത്തു വിട്ടേക്ക്. ഇപ്പോഴാണെങ്കി 10-15 രൂപയ്ക്ക് നിനക്കൊരു പഞ്ഞുമില്ലല്ലോ. ബന്ധുര മാതൃക്കിലേക്ക് നോക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നിൽക്കുകയാണ് ഇന്ദുലേഖ. പൂർണ്ണ ഗർഭിണിയായ അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ മനസ്സൊന്ന് പിടഞ്ഞു. 1.25 പവന്റെ സ്വർണത്തിന് വേണ്ടിയാണ് തന്റെ അനുജത്തിയെ ബലിയാടാക്കുന്നതെന്ന് ഓർത്തപ്പോൾ ഉള്ളം വല്ലാതെ നൊന്തു. ബന്ധുരയ്ക്ക് ആദ്യം ദേഷ്യമാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് ബന്ധുരയ്ക്ക് അറിയാമായിരുന്നു. അവൾ ദേഷ്യവും സങ്കടവും ഉള്ളിലൊതുക്കി തീരെ ശബ്ദം താഴ്ത്തി വിളിച്ചു. ജാനമ്മ ചേച്ചി. എന്താ? ഇനി അവധി പറയാനാണെങ്കിൽ അത് നടക്കില്ല. കല്യാണം കഴിഞ്ഞിട്ട് 7-8 മാസം കഴിഞ്ഞിട്ടും ബാക്കി പറഞ്ഞ സ്വർണം മുഴുവൻ തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തോതിനാ ഇവളെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചത്? ജാനമ്മ ചൊടിച്ചു. അതൊന്നും ഇപ്പൊ ഇവിടെ വിളമ്പണ്ട. ബന്ധുര പരമാവധി സംയമനം പാലിച്ചു പറഞ്ഞു. 1.25 പവൻ തരാനുണ്ട്. അത് തരികയും ചെയ്യും. പക്ഷെ 1 മാസത്തെ കാലതാമസം ഉണ്ടാവും. ഞാൻ ജോലിക്ക് കയറിയിട്ട് 1 മാസമേ ആയുള്ളൂവെന്ന് ജാനമ്മ ചേച്ചി ഓർക്കണം. അപ്പോ ജോലിക്ക് കയറുന്ന മാസം ഒരു ബാങ്കിലും ശമ്പളം കൊടുക്കില്ലേ? ജാനമ്മ പെട്ടെന്ന് ചോദിച്ചു. തന്നെ പരിഹസിച്ചതാണെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലായി. എങ്കിലും അവൾ ക്ഷമിച്ചു. താൻ എന്തെങ്കിലും പറഞ്ഞ് ഇന്ദുലേഖയുടെ ജീവിതം തകരരുത്. ശമ്പളം കിട്ടില്ല എന്നല്ല പറഞ്ഞത്. ആദ്യത്തെ ശമ്പളം വാങ്ങുമ്പോ ഓഫീസിൽ പാർട്ടി നടത്തണം. പിന്നെ അവിടെ താമസിക്കുന്നതിന്റെ വാടക കൊടുക്കണം. അങ്ങനെ കുറെ ചെലവുകളുണ്ട്. ഓ, പത്രാസ് കാണിക്കാൻ കാശുണ്ട്. അനുജത്തിയെ കെട്ടിച്ചുവിട്ടതിന്റെ കടം തീർക്കാൻ കാശില്ല. എങ്ങും ചെലവാകാത്ത സാധനത്തിനെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് കടം പറിച്ചിലും. ജാനമ്മ പെറുപെറുത്തു. ബന്ധുര വിശ്വജിത്തിന് നേരെ കണ്ണയച്ചു. ഒരു മന്ദബുദ്ധിയെ പോലെ അമ്മ പറയുന്നതെല്ലാം കേട്ടു നിൽക്കുകയാണ് അവൻ. വിശ്വജിത്തിനോട് അവൾക്ക് പുച്ഛം തോന്നി. ഇവന് നീ നോക്കണ്ട. ഞാൻ പറയുന്നത് ഇവൻ അനുസരിക്കൂ. അങ്ങനെയാ ഞാൻ ഇവനെ വളർത്തിയിരിക്കുന്നത്. ബന്ധുരയുടെ നോട്ടം കണ്ട് ജാനമ്മ പറഞ്ഞു. ജാനമ്മ ചേച്ചി, രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. യാത്രാക്ഷീണമുണ്ട്. എനിക്ക് ലേശം കിടക്കണം. അവൾ ഒന്ന് നിർത്തിയിട്ട് തെല്ല് നീരസത്തിൽ പറഞ്ഞു. അടുത്ത മാസം ബാക്കി സ്വർണം ഞാൻ തരാം. അതല്ല, അത് കിട്ടാതെ എന്തോനെ തിരിച്ചു കൊണ്ടുപോകില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്ന മുഴുവൻ സ്വർണം അവളുടെ ദേഹത്തുണ്ടാകണം. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണം അവളുടെ അമ്മായിയമ്മയ്ക്ക് നാത്തൂനെ ഇട്ടോണ്ട് ഞെളിഞ്ഞു നടക്കാനുള്ളതല്ല. ക്ഷമ നശിച്ച് ശബ്ദമുയർത്തി പറഞ്ഞിട്ട് ബന്ധുര ദേഷ്യത്തിൽ നടന്ന് വരാന്തയിലേക്ക് കയറി. ജാനമ്മ സ്തബ്ധയായി. ഇന്ദുലേഖയുടെ 3.5 പവൻ സ്വർണം മകൾ ഉഷയുടെ ഭർത്താവ് കരുണൻ വിറ്റുതൊളച്ചു. അതിന് കിട്ടാനും പോകുന്നില്ല. അമ്മേ, ഇന്ദുവിനെ വിളിച്ചോണ്ട് പോകാം. അടുത്ത മാസം തരാമെന്നല്ലേ ബന്ധുരീച്ചി പറഞ്ഞത്.
ഒടുവിൽ വിശ്വജിത്ത് പറഞ്ഞു. ജാനമ്മയ്ക്കും അതേ പോംവഴി ഉണ്ടായിരുന്നുള്ളൂ. അതല്ലെങ്കിൽ തന്റെ കഴുത്തിൽ കിടക്കുന്ന മാലയും ഊരിക്കൊടുക്കേണ്ടി വരും. ജാനമ്മ വരാന്തയിലേക്ക് നടന്നു. എടി ബന്ധുരെ, അടുത്ത മാസം ബാക്കി സ്വർണം മുഴുവൻ തന്നേക്കണം. അന്നും അവധി പറഞ്ഞാലുണ്ടല്ലോ, ജാനമ്മയുടെ തനി സ്വരൂപം കാണിച്ചു തരും. അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്ദുലേക്ക് നേരെ കടുപ്പിച്ചു നോക്കി. നിന്റെ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാം, വാടി. ഇന്ദുലേഖ സങ്കടപ്പെട്ടു നിൽക്കുന്ന അമ്മയെ നോക്കി. ചെല്ലു മോളെ, ദേവകിയമ്മ പറഞ്ഞു. ഇന്ദുലേഖ മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ ബന്ധുര പുറത്തേക്ക് ഇറങ്ങി വന്നു. നിക്ക്, ഇത് നിനക്കും വിശ്വജിത്തിനും വാങ്ങിയതാ. ബന്ധുര ഇന്ദുവിന് വാങ്ങിയ സാരിയും വിശ്വജിത്തിന്. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം.